ശ്രീനാരായണ ദർശനോത്സവം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു പുതുതായ കാര്യമല്ല എന്നെനിക്കറിയാം. വർഷങ്ങളായി മെയ് മാസത്തിലെ കുറച്ച് ദിവസങ്ങൾ വടക്കൻ പറവൂർ യൂണിയൻ ഈ ദർശനോത്സവത്തിന് വേണ്ടി മാറ്റിവെക്കുന്നത്. അതിലൂടെയായിരിക്കാം പലപ്പോഴും നമ്മൾ ഗുരുദേവനെ അടുത്തറിയുകയും മനസ്സിലാക്കുകയും പുതിയ ഒരു ജീവിത രീതിക്ക് തറക്കല്ലിടുകയും ഒക്കെ ചെയ്യുന്നത്. കാരണം ദർശനം എന്ന വാക്കിന്റെ അർത്ഥം തന്നെ കാഴ്ച എന്നാണ്. ഇത്രയുള്ള വാക്കിന്റെ അർത്ഥം കാഴ്ച. ഭാരതത്തില് നിരവധിയായ ദർശനങ്ങളുണ്ട്. ഭാരതീയ ദർശനങ്ങൾ എന്നാണ് അതറിയപ്പെടുന്നത്. നിരവധിയായ ആത്മജ്ഞാനികളായ ഋഷികളുടെ കാഴ്ചയാണ് ദർശനം. ഇപ്പൊ ദർശനം വെറും ഒരു കാഴ്ചയല്ല. ആത്മബോധം സിദ്ധിച്ച ഋഷീശ്വരന്മാർ ഈ പ്രപഞ്ചത്തെയും ജീവിതത്തെയും മനുഷ്യനെയും എങ്ങനെ നോക്കിക്കണ്ടു എന്നുള്ളതിന്റെ കാഴ്ചയാണ്. അത് കേട്ടത് കൊണ്ട് നമ്മെപ്പോലുള്ള പാവങ്ങൾക്ക് എന്താണ് ഗുണം എന്ന് ചോദിച്ചാൽ, ആത്മജ്ഞാനിയായ ഒരു ഋഷിയുടെ കാഴ്ച, ഗുരുദേവനെ പോലുള്ള ആത്മബോധമുണർന്ന ഒരു ഗുരുവര്യന്റെ കാഴ്ച, അതൊരു കുഞ്ഞു കാഴ്ചവട്ടമല്ല എന്നുള്ളത്. അതൊരു വിശാലമായ ദർശനമായതുകൊണ്ട്, വിശാലമായ കാഴ്ചയായതുകൊണ്ട് അത് കേൾക്കുന്ന നമ്മുടെ ഉള്ളിലും നമ്മുടെ ജീവിതവും കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിൽ ചെയ്ത് തീർത്ത് ചത്തുപോകാനുള്ളതല്ല എന്ന തോന്നൽ ഉണ്ടാക്കിയെടുക്കാൻ സഹായിക്കുന്നതാണ്. എന്ന് വെച്ചാൽ ഗുരുവിന്റെ ദർശനം ആരാണോ കേൾക്കുന്നത് അവന്റെ ഉള്ളിൽ ഒരു പുതിയ ജീവിത സമീപനം രൂപപ്പെടുകയാണ് ചെയ്യുന്നത്. അതുവരെ ജീവിതത്തെ എങ്ങനെ സമീപിക്കണമെന്നും ജീവിതത്തിന്റെ ശരിയായ അർത്ഥം എന്താണ് എന്നും ഇങ്ങനെയൊക്കെ ജീവിച്ചത് കൊണ്ട് എന്താണ് പ്രയോജനമെന്നും അറിഞ്ഞുകൂടാതിരുന്ന ഒരു വ്യക്തി ഒരു സുപ്രഭാതത്തിൽ അവന്റെ മുന്നിലേക്ക് ഗുരു കടന്നു വരുമ്പോൾ, ഗുരു ദർശനം കടന്നു വരുമ്പോൾ, ഗുരുവിന്റെ വാക്കുകൾ അവൻ കേൾക്കുവാനായി തുടങ്ങുമ്പോൾ അവൻ രണ്ടാമതൊരു ജന്മത്തിലേക്ക്, രണ്ടാമതൊരു ജീവിതത്തിലേക്ക്, രണ്ടാമതൊരു ജീവിതചര്യയിലേക്ക് പ്രവേശിക്കുകയാണ് എന്നർത്ഥം. പലപ്പോഴും നമ്മൾ എല്ലാവർക്കും തന്നെ നമ്മുടെ ജീവിതത്തിന്റെ വല്ലായ്മകളിലും പോരായ്മകളിലും ഇല്ലായ്മകളിലുമൊക്കെ ഏതെങ്കിലും തരത്തിലുള്ള സൗരഭ്യം ജീവിതത്തിൽ കടന്നു വരുന്നുണ്ട് എങ്കിൽ അത് ഗുരു തന്ന സൗരഭ്യമാണ്, ഗുരു തന്ന ദർശനത്തിന്റെ വെളിവാണ്. ഇങ്ങനെയുള്ള ചില വെളിച്ചങ്ങൾ വെളിവായി നമ്മുടെ ഉള്ളിൽ കിട്ടുമ്പോഴാണ് നമുക്ക് ഒരു വ്യക്തി എന്ന നിലയിൽ നമ്മുടെ വ്യക്തിത്വത്തെ കുറെക്കൂടി ഉയർത്തുവാനും, നാം ആകുന്ന വ്യക്തിയെ ഉയർത്തുന്നതോടൊപ്പം തന്നെ
നമുക്ക് ചുറ്റും ജീവിക്കുന്ന ആളുകളെ ഉണർത്തിയെടുക്കുവാനും അതിലൂടെ ഒരു സമാജത്തെ തന്നെ സാംസ്കാരികമായും ആധ്യാത്മികമായും പടുത്തുയർത്താനും നമുക്ക് സാധിക്കുന്നത്. ഒരു ജനത എപ്പോഴാണോ വിദ്യാഭ്യാസപരമായും സാംസ്കാരികമായും ആധ്യാത്മികമായും മുന്നേറുന്നത് എന്ന് ചോദിച്ചാൽ ആ ജനതയ്ക്ക് ദീർഘദർശിയായ മാർഗദർശനം ചെയ്യാൻ കഴിയുന്ന ഒരു ഗുരു മുൻപിൽ നിൽക്കാനുള്ളപ്പോഴാണ്. നമ്മളെയൊക്കെ സംബന്ധിച്ച് നമുക്കറിയാം, നമ്മുടെ ജീവിതത്തിൽ ഇത്രയധികം മാറ്റങ്ങൾ വന്നതിനുള്ള കാരണം ഒരേ ഒരാളാണ്. ഈ ഒരേ തമ്പുരാൻ ഇല്ലായിരുന്നുവെങ്കിൽ നമ്മൾ ആരുമാകാതെ, നമ്മൾ ഒന്നുമായി തീരാതെ, ജീവിതത്തിൽ എങ്ങോട്ടേക്കും എത്തിപ്പിടിക്കാൻ കഴിയാതെ, യാതൊരു വിധമായിരിക്കുന്ന സ്വാതന്ത്ര്യങ്ങളും അനുഭവിക്കാൻ കഴിയാതെ, യാതൊരു വിധമായിരിക്കുന്ന അവകാശങ്ങളും നേടിയെടുക്കാൻ കഴിയാതെ വെറുതെ ഒരു കൃമി പോലെ ചത്തുപോകേണ്ട മനുഷ്യ ജന്മമായി തീർന്നേനെ. ആ ജനതയെയാണ്, ആ മനുഷ്യ സമൂഹത്തെയാണ് കാരുണ്യവാനായിരുന്ന ഗുരുദേവൻ സമുദ്ധരിച്ചത്. അത്രയും താഴെ കിടന്ന ആളുകളെയാണ് ഗുരു മുകളിലേക്ക് ഉയർത്തിക്കൊണ്ടുവന്നത്. അതായിരുന്നു ഗുരുദേവന്റെ മഹത്വവും ഗുരുദേവന്റെ വലിപ്പവും. പാവങ്ങളായിരിക്കുന്ന, സാധാരണക്കാരായിരിക്കുന്ന, ജീവിത മൂല്യങ്ങൾ എന്താണെന്നറിയാത്ത, ജീവിതത്തിന്റെ അർത്ഥം എന്താണെന്നറിയാത്ത ഒരു പറ്റം ജനങ്ങളെ പ്രകാശത്തിന്റെ വഴിത്താരയിലേക്ക്, മരണത്തിൽ നിന്നും മരണമില്ലായ്മയിലേക്കും ബന്ധനത്തിൽ നിന്നും സ്വാതന്ത്ര്യത്തിലേക്കും കൊണ്ടുപോയി എന്നുള്ളതാണ് അവിടുന്ന് ചെയ്തു വെച്ച ഏറ്റവും വലിയ ധർമ്മത്തിന്റെ കാഹളധ്വനി എന്ന് പറയുന്നത്. ആ മഹാത്മാവിന്റെ മഹിത സ്മരണകളിലൂടെ കടന്നു പോവുകയാണ് ഇന്ന് ഓരോ ദർശന സംഗമത്തിലും നമ്മൾ ചെയ്യുന്നത്. എന്തിനാണ് ഗുരുവിനെ അറിയുന്നത്? ആരാണ് ഗുരുവായി തീരുന്നത്? എല്ലാവർക്കും ഗുരുവാകാൻ കഴിയില്ല, എല്ലാവർക്കും മാർഗദർശനം ചെയ്യാൻ കഴിയില്ല. സമൂഹത്തിൽ ഒരുപാട് നല്ല വ്യക്തികളെ നമ്മൾ കാണാറുണ്ട്, പക്ഷെ അവർക്ക് മാർഗദർശനം ചെയ്യാനുള്ള കഴിവുണ്ടായി എന്ന് പറയാൻ പറ്റില്ല. അവർക്ക് എല്ലാവർക്കും തന്നെ ഗുരുവായി മാറാൻ കഴിഞ്ഞു എന്ന് പറയാൻ പറ്റില്ല. ആരുടെ ഉള്ളിലാണോ സ്വാർത്ഥത വിട്ടിട്ട് എന്നെ പോലെ തന്നെ ഞാനൊരു സുഖം അനുഭവിക്കുന്നുണ്ട് എങ്കിൽ എന്റെ കൂടെയുള്ളവരും ആ സുഖത്തിലേക്ക് വരണം എന്ന ചിന്ത, ഞാൻ ഏതെങ്കിലും വിധത്തിലുള്ള സൗഭാഗ്യങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ എന്റെ കൂടെയുള്ളവർക്കും ആ സൗഭാഗ്യം കിട്ടട്ടെ എന്ന ചിന്ത, ആ വിശാലമായിരിക്കുന്ന ചിന്തയിൽ നിന്നാണ് ഒരു വ്യക്തിക്ക് ഗുരുവായി തീരാൻ കഴിയുന്നത്. നിരവധിയായ ആത്മജ്ഞാനികളായിരിക്കുന്ന ആളുകൾ ലോകത്തുണ്ടായിട്ടുണ്ട് എങ്കിലും ശ്രീനാരായണ ഗുരുദേവൻ എങ്ങനെ വ്യത്യസ്തമായിരിക്കുന്നു എന്ന് ചോദിച്ചാൽ, മരുത്വാമലയാകുന്ന തപോഭൂമിയിൽ നിന്ന് തപസ്സുകൊണ്ട് നേടിയ സിദ്ധിയെ അത് അവിടെ തന്നെ വെച്ചിട്ട് സാധാരണക്കാരായിരിക്കുന്ന ആളുകളുടെ അവശതകളെ തൊട്ടറിഞ്ഞ് കണ്ടറിഞ്ഞ് അവർക്ക് പരിഹാരം നൽകുക എന്നുള്ളതിലായിരുന്നു. ഗുരുവിന്റെ തപസിദ്ധിയെ ഗുരു വിനിയോഗിച്ചതും ഈ ജഗതോദ്ധാരണത്തിന് വേണ്ടിയായിരുന്നു. ലോകഹിതമാണ് തൻ്റെ കർത്തവ്യം, ലോകത്തിന്റെ ഹിതമാണ് തൻ്റെ ധർമ്മം എന്ന് തിരിച്ചറിയുകയും ചുമ്മായിരിക്കാതെ ആത്മജ്ഞാനം നേടിയ ഒരു വ്യക്തിക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ടതില്ല എങ്കിലും ഗുരു ഈ കേരളക്കരയിൽ അങ്ങോളം ഇങ്ങോളം ചെയ്തു വെച്ചതിന്റെ ഫലമാണ് നമ്മൾ ഇന്ന് അനുഭവിക്കുന്നത്. ഗുരു അന്നേ അത്തരത്തിലുള്ള വിത്തുകൾ, അത്തരത്തിലുള്ള ധർമ്മത്തിന്റെ പ്രചരണങ്ങൾക്ക് ആരംഭം കുറിച്ചത് കൊണ്ട് മാത്രമാണ് ഇന്നും നമ്മൾ വ്യക്തിത്വമുള്ളവരായിട്ട് ഇതുപോലുള്ള ഇടങ്ങളിൽ അന്തസ്സോടെ തല ഉയർത്തി വന്നിരിക്കാനായിട്ട് കഴിയുന്നത്. ഇതിന്റെയൊക്കെ തുടക്കമാണ് ശ്രീനാരായണ ഗുരുദേവൻ എന്ന് പറയുന്നത്. ആ ഗുരുവിനെ അറിയുക എന്ന് പറയുമ്പോൾ അതിനർത്ഥം എന്താണ്? നമ്മൾ നമ്മെ തന്നെ അറിയുക എന്നാണ്.
ജീവിതത്തിൽ പലപ്പോഴും നമുക്ക് നമ്മളെ കുറിച്ചുള്ള അറിവുണ്ടാകാറില്ല. മറ്റു പലതിനെ കുറിച്ച് നമുക്കറിയാം. നമ്മുടെ വീട്ടിലെ എല്ലാ വ്യക്തികളെ കുറിച്ചും വാതോരാതെ നമുക്ക് സംസാരിക്കാൻ അറിയാം. നമ്മുടെ വീട്ടിന്റെ അയൽവാസികളായ എല്ലാവരെ കുറിച്ചും നമുക്ക് സംസാരിക്കാൻ അറിയാം. അവരുടെ നല്ലതുകൾ ഏതാണ്, അവരുടെ പോരായ്മകൾ ഏതാണ് എന്നുള്ളതിനെ കുറിച്ചും സംസാരിക്കാൻ അറിയാം. പക്ഷേ നമ്മൾ മറന്നു പോകുന്നത് നമ്മെ കുറിച്ചറിയാനും നമ്മുടെ പോരായ്മകളെ കുറിച്ചറിയാനും നമ്മളുടെ സാകല്യങ്ങളെയും നമ്മുടെ വൈകല്യങ്ങളെയും കുറിച്ചറിയാനാണ്. ഒരു വ്യക്തി എപ്പോഴാണോ തന്നിലേക്ക് തന്നെ തിരിഞ്ഞു നോക്കുന്നത്, അതാണ് അവന്റെ ഗുരുമാർഗത്തിന്റെ തുടക്കം എന്ന് പറയുന്നത്. നമ്മൾ വിചാരിക്കും ഗുരുവിനെ അറിയുക എന്ന് പറയുന്നത് ബാഹ്യമായി എന്തെങ്കിലും ചെയ്യുന്നതിനാണ്. ഒരിക്കലും അങ്ങനെയല്ല. ബാഹ്യമായി ചെയ്യുന്നതിലൂടെയുള്ള ഗുരുവിനെ അല്ല ദർശനോത്സവ വേദികളിലൂടെ നമ്മൾ അറിയുന്നത്. പകരം മറിച്ച് നമ്മുടെ ജീവിതത്തിലേക്ക്, നമ്മുടെ അന്തസത്തയിലേക്ക് ഉള്ള ഒരു തിരിഞ്ഞ നോട്ടമായിട്ട് നമ്മൾ അതിനെ കാണണം. അവിടെയാണ് മറന്നു വെച്ച നമ്മളെ നമുക്ക് തിരിച്ചു കിട്ടുക, നഷ്ടപ്പെട്ടു പോയ നമ്മളെ നമുക്ക് തിരിച്ചു കിട്ടുക. അത്തരത്തിലുള്ള പ്രബുദ്ധമായിരിക്കുന്ന വചനങ്ങളായിരുന്നു അവിടുന്ന് എപ്പോഴും മൊഴിഞ്ഞത്. ആ മൊഴിമുത്തുകളെ പറക്കിയെടുത്താൽ തന്നെ, ആ മൊഴിമുത്തുകളെ ഒന്ന് താലോലിച്ചാൽ തന്നെ തീരാവുന്ന ധന്യമായ ജീവിതമാണ് നമുക്കുള്ളത്. അതുകൊണ്ട് ഗുരു പറഞ്ഞു, ജീവിതം എന്ന് പറയുന്നത് വെറുതെ നടന്ന് തീർക്കാനല്ല, അല്ലെ? അതും ഇതും പറഞ്ഞ് തീർക്കാനല്ല. നിങ്ങൾക്ക് വായിക്കുന്നുണ്ടാവും ആത്മോപദേശ ശതകം എന്ന ഒരു കൃതി. ആത്മോപദേശ ശതകത്തില് ഗുരു അത് പാടുന്നുണ്ട്, അല്ലെ? നമ്മുടെ ജീവിതം എങ്ങനെയാ തീർന്നു പോകുന്നത്? ഉണരണം, ഇനി ഉറങ്ങണം, ഭുജിച്ചിടണം അശനം, പുണരേണമെന്നിവണ്ണം അണയും അനേക വികൽപ്പമാകയാൽ ആര് ഉണരുവതുള്ളൊരു നിർവികാര രൂപം. ഉണരണം, ഇനി ഉറങ്ങണം, ഭുജിച്ചിടണം അശനം, പുണരേണമെന്നിവണ്ണം അണയും അനേക വികൽപ്പമാകയാൽ ആര് ഉണരുവതുള്ളൊരു നിർവികാര രൂപം. ആത്മോപദേശ ശതകം വായിച്ചു വരുമ്പോൾ കാണുന്ന ഒരു പദ്യം അണയും എന്നാണ് ഗുരു പറയുന്നത്. നമ്മളത് അണഞ്ഞു പോകും ഒരു ദിവസം. ഇതായി വിളക്ക് കത്തിക്കൊണ്ടിരിക്കുന്ന കണ്ടില്ലേ? ഈ വിളക്ക് എത്ര വരെയേ കത്തുള്ളൂ. അതിലൊഴിച്ചു കൊടുത്തിരിക്കുന്ന എണ്ണ വറ്റുന്നത് വരെ അത് കത്തുള്ളൂ. അത് അണഞ്ഞു പോകും. ഒരു 5 മണി നേരമൊക്കെ ആവുമ്പോൾ അതിലാരും എണ്ണയൊന്നും ഒഴിച്ചു കൊടുത്തില്ലെങ്കിൽ അത് കെട്ടുപോകും, അണഞ്ഞു പോകും. ഈ വിളക്കിൽ അതിൽ കത്താനുള്ള ആയുസ് എന്ന് പറയുന്നത് അതിൽ എത്ര കണ്ട് ഇന്ധനം ഉണ്ടോ എന്നതിനെ ആശ്രയിച്ചിട്ടാണ്. നമ്മൾ മനുഷ്യരും ഒരു നാൾ അണഞ്ഞു പോകും, ഒരു നാൾ കെട്ടുപോകും. നമ്മളിപ്പോ നല്ല ദീപ്തമായിട്ടൊക്കെ പ്രശോഭിച്ചൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിലും ഒരുപാട് നേരമൊന്നും കത്താനുള്ള എണ്ണയൊന്നും നമ്മുടെ ശരീരത്തിലില്ല, അല്ലെ? എന്തെങ്കിലുമൊക്കെ നമ്മൾ അണഞ്ഞു പോകുന്നവരാണ്, അല്ലെ? നമുക്ക് ഒരുപാട് സ്വപ്നങ്ങളുണ്ട്, ഒരുപാട് സങ്കല്പങ്ങളുണ്ട്, ഒരുപാട് ജീവിതാഭിലാഷങ്ങളുണ്ട്. ഇതൊക്കെ ഉണ്ടെങ്കിലും അതിനിടയിലാണ് നമ്മൾ ചത്തുപോകുന്നത്. അതുകൊണ്ടാണ് പൂന്താനം പാടിയത്, ഇങ്ങനെ ചിന്തിച്ചിരിക്കവേ ചത്തുപോകുന്നു പാവം ശിവ ശിവ, ഇങ്ങനെ ചിന്തിച്ചിരിക്കവേ ചത്തുപോകുന്നു പാവം ശിവ ശിവ. അല്ലെ? ഓരോന്നൊക്കെ ചിന്തിച്ച് നാളെ അങ്ങനെ ചെയ്യണം, മറ്റന്നാൾ ഇങ്ങനെ ചെയ്യണം, നാളെ വരുമ്പോ ഈ സാരി ഉടുക്കണം, മറ്റന്നാൾ പോകുമ്പോ ഈ സാരി ഉടുക്കണം, അല്ലെങ്കിൽ അടുത്ത തിങ്കളാഴ്ച ഇന്ന സ്ഥലത്ത് പോകണം, അടുത്ത ചൊവ്വാഴ്ച അപ്പുറത്തെ ദിക്കിലേക്ക് പോകണം എന്നൊക്കെ ആലോചിച്ചിരിക്കണതിന്റെ ഇടയ്ക്കാണ് ഒറ്റ പോക്കാണ് പോകുന്നത്. അതുകൊണ്ടാണ് പാവം നമ്മളുടെയൊക്കെ അസ്തിത്വം എന്ന് പറയുന്നത്, നമ്മളുടെയൊക്കെ നിലനിൽപ്പ് എന്ന് പറയുന്നത് അത്രയേ ഉള്ളൂ, പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത്, അല്ലേ? അപ്പൊ അത്രയും അസ്ഥിരമായിരിക്കുന്ന ഒരു പ്രതലത്തിൽ നിന്നുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും വലിയ വലിയ സ്വപ്നങ്ങളും സങ്കല്പങ്ങളും ഒക്കെ കാണുന്നത്. പക്ഷെ ഒരു പറയാണ്, കുഞ്ഞു ജീവിതമാണ് എങ്കിൽ
നമുക്ക് ചിന്തകൾ കൊണ്ട്, കാഴ്ചപ്പാട് കൊണ്ട്, ദർശനം കൊണ്ട് സമഗ്രമാക്കാൻ കഴിയും എന്നുള്ളതാണ് കഥ. അതെങ്ങനെയാണ്? പലപ്പോഴും നമ്മൾ ജീവിക്കുന്നത് ഈ പറഞ്ഞ പോലെ ഉണരണം, ഇനി ഉറങ്ങണം, ഭുജിച്ചിടണം, ഭക്ഷണം പുണരണം എന്നിവണ്ണം അണയും. ഒരു സാധാരണ മനുഷ്യന്റെ ആയുസ് തീർന്നു പോകുന്നത് 4 കാര്യങ്ങളിലൂടെയാണ്. എന്താ 4 കാര്യം? എപ്പോഴെങ്കിലൊക്കെ എണീറ്റ് കഴിഞ്ഞാലും വൈകുന്നേരമായി ഉറങ്ങണം, ഉണരണം, ഇനി ഉറങ്ങണം. എന്തിനാ അങ്ങനെയൊക്കെ വരുന്നത്? വൈകിട്ട് എവിടെയെങ്കിലൊക്കെ ഒന്ന് കിടക്കാനാണ്. എവിടെയൊക്കെ പോയാലും നമ്മൾ പറയില്ലേ, എവിടെയൊക്കെ പോയാലും നമ്മുടെ മുറി വന്ന് കിടക്കുമ്പോൾ കിട്ടുന്ന ഒരു സുഖം, അതൊരു സുഖം തന്നെയാണ്. അപ്പോ ഉണരണം, ഉറങ്ങണം. അതിനിടയിൽ എന്ത് ചെയ്യുന്നു? അതിനിടയിൽ ഭുജിച്ചിടണം, ഭക്ഷണം അല്ലെ, അന്നം കഴിക്കുന്നു. നമ്മളെടുക്കുന്ന പണി മുഴുവൻ എന്തിനാ? അന്നം വാങ്ങുന്നതിനുള്ള പണിയാണ്. അന്നം വാങ്ങുന്നതിനുള്ള പണി വൈകുന്നേരം വരെ എടുക്കുന്നു. വൈകുന്നേരം ആകുമ്പോൾ അന്നവുമായിട്ട് വീട്ടിലേക്ക് പോകുന്നു, അത് കഴിക്കുന്നു. ഇനി എന്ത് ചെയ്യും? ഉണരണം എന്ന് വേണം. പിന്നെ എന്ത് ചെയ്യും? എന്നിട്ട് സമയം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? ഉണരും അല്ലെ, ഉണ്ണികളെ ഉത്പാദിപ്പിക്കും. ലോകം എങ്ങനെയൊക്കെ നിലനിൽക്കുന്നത് അതുകൊണ്ടും കൂടിയാണ്. അപ്പോ ഉണരുക, ഉറങ്ങുക, ഭക്ഷണം കഴിക്കുക, ഉണ്ണിയെ ഉത്പാദിപ്പിക്കുക. ഒരു പറയാണ്, അണയും അനേക വികല്പമാകയാൽ. ഒരു മനുഷ്യ ജീവിതം തീർന്നു പോകുന്നത് ഈ 4 കാര്യങ്ങളിലാണല്ലോ. മൃഗങ്ങൾ അങ്ങനെ തന്നെയാണ്. ഒരു കോഴിയാണെങ്കിലും, ഒരു താറാവാണെങ്കിലും, അല്ലെങ്കിൽ ഒരു പാമ്പാണെങ്കിലും, പഴുതാരയാണെങ്കിലും, അതും രാവിലെ എണീക്കുന്നു. ജീവസന്ധാരണത്തിന് വേണ്ടി അത് എന്തെങ്കിലുമൊക്കെ അലഞ്ഞു നടക്കുന്നു, എന്തെങ്കിലുമൊക്കെ കൊച്ചു കൊച്ചു തീറ്റകൾ കിട്ടുന്നു, അത് കഴിക്കുന്നു. പിന്നെ അത് എന്ത് ചെയ്യുന്നു? അത് പ്രജനനം നടത്തുന്നു, ഉണ്ണികളെ ഉണ്ടാക്കുന്നു. ഇത്രയുള്ളൂ ജീവിതം. ഈ ദർശനം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് വരെ നമ്മുടെ ജീവിതവും അങ്ങനെ തന്നെയാണ്. നമ്മൾ എത്ര കേമന്മാരാന്ന് പറഞ്ഞാലും അല്ലെ, ചിലപ്പോൾ നല്ല ജോലി കിട്ടിയിട്ടുണ്ടാവും, ചിലപ്പോൾ നല്ല സൗന്ദര്യം ഉണ്ടാവും, ചിലപ്പോൾ നല്ല വിദ്യാഭ്യാസം ഉണ്ടാവും, ചിലപ്പോൾ നല്ല കലകൾ വശം ഉണ്ടാവും അല്ലെ. പാടാനറിയാം, ആടാനറിയാം, വീണ മീട്ടാനറിയാം, പിയാനോ വായിക്കാൻ അറിയാം, പടം വരയ്ക്കാൻ അറിയാം, നൃത്തം ചെയ്യാൻ അറിയാം. ഇതൊക്കെ ശരി തന്നെ. പക്ഷെ എപ്പോഴാണ് ജീവിതത്തിന് ഒരു ആഴം വരുന്നത്? എപ്പോഴാണ് ജീവിതത്തിന് ഒരു ഗരിമ വരുന്നത്? എപ്പോഴാണ് ജീവിതത്തിന് ഒരു വ്യക്തിത്വം വരുന്നത്? എപ്പോഴാണ് ജീവിതത്തിലേക്ക് ഒരു പ്രത്യാശ വരുന്നത്? എപ്പോഴാണ് ജീവിതത്തിന് ഒരു പ്രചോദനം കിട്ടുന്നത്? അത് ദർശനം കടന്നു വരുന്നതോട് കൂടിയിട്ടാണ്. അതുവരെ നമ്മൾ നിരർത്ഥകമായിട്ട് എന്ത് ചെയ്യുമ്പോഴും പരിപൂർണമായിരിക്കുന്ന ഒരു സംതൃപ്തിയെ പ്രാപിക്കാതെ നമ്മളിങ്ങനെ ഇതല്ല ഞാൻ അന്വേഷിച്ചത്, ഇതല്ല ഞാൻ അന്വേഷിച്ചത്, ഇതല്ല ഞാൻ അന്വേഷിച്ചത് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. നമ്മൾ നോക്കൂ, നമ്മൾ ജനിച്ച് ഇതുവരെയുള്ള പ്രായം നമുക്കായി. നമ്മൾ ജനിച്ചപ്പോ ആഗ്രഹിച്ചതും കൊതിച്ചതുമായ സാധനങ്ങളാണോ ഇപ്പൊ നമുക്ക് ഇഷ്ടം? അല്ല. ഒരു കൊച്ചു കുട്ടിയോട് ചോദിച്ചു നോക്കൂ, ഇവിടെ ഇരിക്കണ ഈ മോനോട് ചോദിച്ചു നോക്കൂ, എന്താണ് ഏറ്റവും ഇഷ്ടം എന്ന് ചോദിച്ചാൽ അവനൊരു ലോറി അല്ലെ, ഒരു ഉത്സവപ്പറമ്പിലെ ഒരു ലോറി മേടിച്ചു കൊടുത്താൽ അവന് വലിയ ഇഷ്ടവും. ഒരു പെൺകുട്ടിയോടാണെങ്കിൽ അവൾക്കൊരു പപ്പിയെ അല്ലെങ്കിൽ ഒരു പാവക്കുട്ടിയെ വാങ്ങിക്കൊടുത്തു കഴിഞ്ഞാൽ അവൾക്ക് സന്തോഷം. അവളുടെ ലോകത്ത് അവൾ ഏറ്റവും വിലയുള്ളതായി കാണുന്നത്, ഏറ്റവും ശ്രേഷ്ഠമായി കാണുന്നത് പാവക്കുട്ടിയാണ്. അപ്പൊ പാവക്കുട്ടിയെ കിട്ടുന്നതോട് കൂടിയിട്ട് മോക്ഷം കിട്ടിയ സന്തോഷമാണ് ഒരു കുട്ടിക്കുള്ളത്. അതേ കുട്ടിക്ക് തന്നെ ഒരു 12 വയസ്സ് 13 വയസ്സാകുമ്പോ അല്ലെങ്കിൽ ഒരു 14 വയസ്സാകുമ്പോ നമ്മൾ ഈ പാവക്കുട്ടിയെ കൊടുത്തു നോക്കൂ. അവര് പറയും, എനിക്ക് പാവക്കുട്ടി വേണ്ട, പാവക്കുട്ടിയല്ല ഞാനിപ്പോൾ അന്വേഷിക്കുന്നത്, ഞാനിപ്പോ ഒരു പാവക്കുട്ടനെയാണ് അന്വേഷിക്കുന്നത്, അപ്പുറത്തെ വീട്ടിലെ പാവക്കുട്ടൻ. അവരുടെ ഭാവങ്ങൾ മാറി, അവരുടെ വൈകാരികമായിരിക്കുന്ന ചിന്തകൾ മാറി, അവര് കളിക്കാൻ ഉപയോഗിച്ചിരുന്ന ടൂൾസിന്റെ സ്വഭാവങ്ങൾ മാറി, വിചാരങ്ങളും വികാരങ്ങളും ഒക്കെ മാറി. അപ്പൊ ആ കുട്ടിക്ക്, കൗമാരത്തിലേക്ക് കാലൂന്നി നിൽക്കുന്ന കുട്ടിക്ക് പാവക്കുട്ടിയെ കൊടുത്തു കഴിഞ്ഞാൽ അവനോ അവളോ സംതൃപ്തമാകില്ല. അവർക്ക് വേണ്ടത് അവരുടെ തരത്തിലുള്ള ചെറുപ്പക്കാരാണ്. എതിർലിംഗത്തിലുള്ള ചെറുപ്പക്കാരാണെങ്കിൽ അത്രയും സന്തോഷം. അതേ ആള് തന്നെ വയസ്സായി കഴിയുമ്പോൾ ഈ സംഗതി കൊടുത്തു കഴിഞ്ഞാൽ അവർ പറയും, ഞങ്ങൾക്ക് ഇതല്ല വേണ്ടത്, വേണ്ടത് സ്വസ്ഥമായ ഒരിടത്തിരിക്കാനുള്ള ഒരു വീടോ എന്തെങ്കിലും ഒക്കെയാണ് എന്ന് പറയും. ജീവിതത്തിൽ നമ്മളിങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ജനിച്ചത് ഇതുവരെ നമ്മൾ എന്താ ചെയ്യുന്നത്? ഓരോന്നും നമ്മളിങ്ങനെ ഇതാണ് എനിക്ക് വേണ്ടത് എന്ന് പറഞ്ഞിട്ട് അന്വേഷിക്കുകയും അതിന്റെ പിന്നാലെ പോവുകയും അത് നേടിയെടുക്കുകയും അത് കിട്ടിക്കഴിഞ്ഞാൽ ഇതല്ല ഞാൻ അന്വേഷിച്ചത്
മാറ്റിവെക്കുകയും ചെയ്യും. ദർശനം ഉണ്ടാകുന്നത് വരെ ഗുരുവിന്റെ വചനങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് എത്തുവോളം നൈമിഷികമായിരിക്കുന്ന ഇത്തരം ആഗ്രഹങ്ങളും ആ ആഗ്രഹങ്ങൾ നേടിയെടുക്കാനുള്ള പ്രയാണവും നേടിയെടുത്ത ആഗ്രഹങ്ങളെ നോക്കി മതി എന്ന് പറഞ്ഞുള്ള ചെടിപ്പുമാണ് നമ്മളിൽ ഉണ്ടാവുക. അവിടെയാണ് ഗുരു ഒരു മലയ സമീകരണം കണക്കെ, ഒരു മൃദുലമായിരിക്കുന്ന ഒരു ഇളങ്കാറ്റ് കണക്കെ നമ്മളിലേക്ക് കടന്നു വന്നിട്ട് ജീവിതത്തിന്റെ ഇതിനെയൊക്കെ അതിലംഘിച്ചു നിൽക്കുന്ന ഒരു അതിഭാവുകത്വം നമ്മളിൽ ഉണ്ടാക്കി തരുന്നത്, ഒരു ശ്രേഷ്ഠമായിരിക്കുന്ന ഒരു പ്രചോദനവും ആഴത്തിലുള്ള ഒരു അറിവും നിക്ഷേപിക്കുന്നത് ഗുരു കടന്നു വരുന്നതോട് കൂടിയിട്ടാണ്. അതുകൊണ്ടാണ് പലപ്പോഴും നിങ്ങൾ നോക്കൂ, എത്ര വിദ്യാഭ്യാസം ഉള്ളവരാണെങ്കിലും എത്ര PhD എടുത്ത ആളുകളാണെങ്കിലും അവർക്കൊക്കെ ബോറടിക്കുന്നുണ്ട്. ജീവിതം അത്ര കണ്ട് സന്തോഷത്തോടു കൂടിയിട്ടല്ല ഈ വിദ്യാഭ്യാസ വിചക്ഷണന്മാർ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഒരു ക്ലാസ്സിലും പോകാത്ത അമ്മമാർക്കുള്ള സമാധാനം പോലും, സ്കൂളിന്റെ പടി കാണാത്ത അമ്മമാരുടെ ജ്ഞാനത്തിന്റെ ഏഴയത്ത് പോലും അവരുടെ സമാധാനത്തിന്റെയും അവരുടെ സന്തോഷത്തിന്റെയും അടുത്ത് പോലും എത്തി നിൽക്കാൻ ഇന്നത്തെ ഗവേഷണ പ്രബന്ധം തയ്യാറാക്കിയ ഗവേഷണ വിദ്യാർത്ഥിക്ക് പോലും സാധിക്കുന്നില്ല. എന്തുകൊണ്ട് ആ അറിവ് നമ്മളെ സ്വതന്ത്രമാക്കുന്നില്ല? നമ്മൾ പഠിച്ച അറിവുകളിൽ എന്തുകൊണ്ട് ആ അറിവ് കൊണ്ട് നമുക്ക് സന്തോഷം ഉണ്ടാകുന്നില്ല? എന്തുകൊണ്ട് നമ്മൾ കണ്ടെത്തിയ അറിവുകളിലൂടെ ഒരു സമാധാനത്തെ ആർജിക്കാൻ നമുക്ക് കഴിയുന്നില്ല? എന്തുകൊണ്ട് നമ്മൾ പഠിച്ച വിദ്യാഭ്യാസത്തിലൂടെ നാം ജീവിക്കുന്ന വീട്ടിലെങ്കിലും ഒരു പുതിയ താളലയത്തെ കൊണ്ടുവരാൻ നമുക്ക് കഴിയുന്നില്ല? അവിടെ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് നമ്മൾ സാധാരണ അറിയുന്ന അറിവുകൾക്ക് അപ്പുറത്തായിട്ട് കുറെ കൂടി അതിബോധനത്തിന്റെ അല്ലെങ്കിൽ കുറെ കൂടി വിശാലമായിരിക്കുന്ന ഒരു അറിവിനെ ഗുരു പറഞ്ഞു തന്നിട്ടുണ്ട്, ഗുരുക്കന്മാർ പറഞ്ഞു തന്നിട്ടുണ്ട്. അത് ധർമ്മത്തിന്റെ വഴിയാണ്, അത് സത്യത്തിന്റെ വഴിയാണ്. അതിലേക്കുള്ള ഒരു അറിവ് കൂടി വരുമ്പോഴാണ് ആ അറിവാണ് സർവവിദ്യകളെയും പ്രതിഷ്ഠിക്കുന്ന യം വിദ്യ സർവവിദ്യാ പ്രതിഷ്ഠ എന്ന ഉപനിഷത്ത് വാക്യത്തിലൂടെ ആ ബ്രഹ്മവിദ്യയെ അറിയുമ്പോഴാണ് എല്ലാ വിദ്യകളെയും ഒരുമിപ്പിക്കുന്ന സർവവിദ്യാ പ്രതിഷ്ഠയെ നമ്മൾ തിരിച്ചറിയുന്നത്. ആ അറിവ് അതുവരെയുള്ള അറിവുകളിൽ നിന്ന് വ്യത്യസ്തമാണ്. അത് നോക്കിയിട്ടാണ് ഗുരു ഖേദിച്ചത്. അയ്യോ, ഉണരുന്നു, ഉറങ്ങുന്നു, ഭക്ഷണം കഴിക്കുന്നു, ഉണ്ണികളെ ഉത്പാദിപ്പിക്കുന്നു, ഇങ്ങനെ തീർത്ത് കളയരുതേ നിന്റെ ജന്മം, ഇങ്ങനെ തീർത്ത് കളയരുതേ നിന്റെ ജീവിതം, അല്ലെ? ആ സത്യത്തിലേക്ക്, ആ മൂല്യബോധത്തിലേക്ക് ഉയരുന്നതിന് വേണ്ടിയിട്ടാണ് നീ നിന്റെ ജീവിതത്തെ വാർത്തെടുക്കേണ്ടത് എന്ന് കൂടി ഓർമ്മിപ്പിക്കുകയാണ്. അതുകൊണ്ടാണ് ആത്മോപദേശ ശതകത്തിന്റെ 1-ാമത്തെ ശ്ലോകത്തിൽ തന്നെ ഈ അപരാവിദ്യയെ കുറിച്ച്, ഈ ബ്രഹ്മവിദ്യയെ കുറിച്ച്, ഈ ആത്മവിദ്യയെ കുറിച്ച് വലിയ ഒരു അറിവ് എന്ന പേരിട്ടുകൊണ്ട് ഗുരു നമുക്ക് പരിചയപ്പെടുത്തി തന്നത്. അറിവിലും ഏറിയറിഞ്ഞിടുന്നവൻ തന്നുരുവിലും ഒത്തുപുറത്തുമുജ്വലിക്കും കരുവിന് കണ്ണുകളഞ്ചും ഉള്ളടക്കി തെറുതെറ വീണു വണങ്ങി ഓതിരേണം. അറിവിലുമേറി അറിഞ്ഞിടുന്നവൻ തന്നറിവിലും ഒത്തുപുറത്തുമുജ്വലിക്കും കരുവിന്. കരു, ആത്മാവിനെ ഗുരു വിളിക്കുന്ന പേരാണ് കരു. പച്ച മലയാളത്തിൽ നമ്മൾ മുട്ടയിലേക്ക് മഞ്ഞക്കരു എന്നൊക്കെ പറയും. ഏറ്റവും സത്തയായതുകൊണ്ടാണ് അതിനെ കരു എന്ന് വിളിക്കുന്നത്. ആത്മാവ് ഒരു ജീവന്റെ സത്തയായതുകൊണ്ട് ഗുരു അതിന് കരു എന്ന് പേരിട്ടു. ആ കരുവിന്റെ പ്രത്യേകത എന്താണ്? അറിവിലും ഏറിയ അറിവാണ്. അറിവിലും ഏറിയ അറിവ് എന്താണ്, അല്ലേ? ഒന്നൊന്ന് എത്രയാണ് എന്ന് ചോദിക്കുമ്പോൾ ഇവിടെ വലിയ ഒന്ന് എന്ന് പറഞ്ഞ പോലെ സാധാരണ അറിവുകളെയൊക്കെ ഉല്ലംഘിച്ച് നിൽക്കുന്ന അറിവുകളുണ്ട്. ആ അറിവ് നമ്മുടെ ജീവിതത്തിൽ വരുമ്പോഴാണ് നമ്മൾ വ്യത്യസ്തമാകുന്നത്. ഭാരതത്തിലെ എല്ലാം നേടിയെന്ന് അവകാശപ്പെടുന്ന ചക്രവർത്തിമാർ പോലും ഒന്നുമില്ലാതെ ധ്യാനിച്ചിരിക്കുന്ന മരച്ചുവട്ടിലിരിക്കുന്ന സന്യാസിയെ കണ്ട് തൊഴുന്നത് ആ അറിവിന്റെ അപര്യാപ്തത, ഇവര് അതിന്റെ പൂർണ്ണതയെ കണ്ടതുകൊണ്ടാണ്.
ചക്രവർത്തിക്ക് കിട്ടാതിരുന്നത് ഒന്നുമില്ലാത്ത സന്യാസി അനുഭവിക്കുന്നു എന്നുള്ള വാസ്തവത്തെ തിരിച്ചറിഞ്ഞത് കൊണ്ടാണ്. എൻ്റെ ഖജനാവിൽ എത്ര പണമായിരിക്കുന്നു, എൻ്റെ കൊട്ടാരത്തിൽ എത്ര സുന്ദരികളായിരിക്കുന്ന റാണിമാരുണ്ട്, എൻ്റെ കൊട്ടാരത്തിൽ എന്തും നേടിത്തരാനായിട്ട് സജ്ജമായിട്ടിരിക്കുന്ന സേവകരുണ്ട്. നോക്കൂ, ഇതാ ഒരു മനുഷ്യൻ ഒരു ആൽമര ചുവട്ടില് ഒരു മേൽമുണ്ട് പോലും ഇല്ലാതെ ഒരൊറ്റ മുണ്ടെടുത്തിരിക്കുന്ന മൂപ്പിലാന് എൻ്റെ ഖജനാവിൽ ഇത്രയും പണമുള്ള ചക്രവർത്തിയേക്കാൾ എത്രയോ 10 മടങ്ങ് സമാധാനവും സന്തോഷവുമാണ് ഈ മൂപ്പിലാന്റെ മുന്നിൽ എന്ന് മുഖത്ത് എന്ന് തിരിച്ചറിഞ്ഞത് കൊണ്ടുള്ള ഒരു നമസ്കാരമാണ്. അത് ഋഷിയുടെ അല്ലെങ്കിൽ ഋഷി പരമ്പരയുടെ ഒരു പ്രത്യേകതയാണ്. നമുക്ക് കിട്ടാത്ത ഇത്തരത്തിലുള്ള വിശദമായിരിക്കുന്ന മൂല്യങ്ങളെ ആർഷഭാരതീയ സംസ്കാരത്തിന്റെ ഋഷികൾ അനുഭവിക്കുന്നത് കാണുമ്പോൾ അത് കാണുന്നവർക്ക് തന്നെ ഒരു കുളിർമയാണ്. അതുകൊണ്ടാണ് ആശാൻ പോലും ഗുരുദേവനെ നോക്കിയിട്ട് സന്യാസികളിങ്ങനെ ഇല്ലില്ലമിയെന്നോ വന്യാശ്രമമേറുന്നവരും ശ്രീ ഗുരുമൂർത്തേ, സന്യാസികളില്ല ഇങ്ങനെ ഇല്ല ഇല്ല എന്നോ വന്യാശ്രമമേറുന്നവരും ശ്രീ ഗുരുമൂർത്തേ. നിന്നെ പോലൊരു സന്യാസിയെ കാണാൻ കിട്ടില്ല. സന്യാസികളില്ല ഇങ്ങനെ ഇല്ല ഇല്ല. വട്ടം പറയണോ നോക്കൂ, നിശ്ചയമാണ് നിന്നെ പോലൊരു സന്യാസി. കാരണം എന്താ? ആ സന്യാസി ഒരാളെയല്ല രക്ഷപ്പെടുത്തിയത്, 2 ആളെയോ 10 ആളെയോ 100 ആളെയോ അല്ല രക്ഷപ്പെടുത്തിയത്, അല്ലേ? അശാൻ തന്നെ അത് പറയുന്നുണ്ട്. ആഹാ ബഹുലക്ഷം ജനം. ആഹാ, ആശ്ചര്യകരമാണ് എന്റെ ജീവിതം. നീ കാരണം എത്ര പേര് രക്ഷപ്പെട്ടു. ആഹാ ബഹുലക്ഷം ജനം അങ്ങേ തിരുനാമ്യാകാരബലത്താൽ വിജയിപ്പൂ ഗുരുമൂർത്തേ. ജനലക്ഷങ്ങളാണ് നിന്റെ നാമത്തെ ഉച്ചരിച്ചുകൊണ്ട് ഇവിടെ വിജയം കൈവരിച്ചിരിക്കുന്നത്. വ്യാപാരബലത്താൽ വിജയിപ്പൂ. ഗുരുവിന്റെ തിരുമന്ത്രം ഉച്ചരിക്കുന്നതോടുകൂടി തന്നെ ജീവിതം മാറി മറിയുന്ന കാഴ്ച നേരിട്ട് ദർശിച്ച ആശാന്റെ വാക്കുകളാണിത്. അങ്ങനെയുള്ള ഗുരുവിന്റെ തത്വത്തെ അറിയുന്നതോടുകൂടി തന്നെ നമ്മളും ഒരു പ്രബുദ്ധതയുടെ, ഒരു ബുദ്ധാവസ്ഥയുടെ, ഒരു ആത്മജ്ഞാനത്തിന്റെ ഒരു ശകലം നമ്മളിലേക്ക് പെയ്തിറങ്ങുന്ന അഭൂതപൂർവമായ ഒരു കാഴ്ച നമുക്ക് അവിടെ കാണാനായിട്ട് കഴിയും എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ സാധാരണ അറിവുകൾക്ക് അപ്പുറത്തുള്ള അസാധാരണമായിരിക്കുന്ന അറിവിനെ തിരയുക എന്നുള്ളത് ജീവിതത്തിൽ നമ്മൾ നേടിയെടുക്കേണ്ട അല്ലെങ്കിൽ നമ്മൾ അനുഷ്ഠിക്കേണ്ട, നമ്മൾ ആചരിക്കേണ്ട ഒരു സത്യാന്വേഷണ രീതിയാണ്. ഇതുവരെ കണ്ടതല്ല, ഇതുവരെ അറിഞ്ഞതല്ല, ഇതുവരെ പഠിച്ചതല്ല, മറിച്ച് കൂടുതൽ ആഴത്തിലുള്ള ഒരു അന്വേഷണവും ആഴത്തിലുള്ള ഒരു പഠനവും ആഴത്തിലുള്ള ഒരു വിചാരവും നിങ്ങൾ എത്ര കണ്ട് നടത്തുന്നോ അത്ര കണ്ട് നിങ്ങൾ ധന്യരായി നടത്തും. അത്രയും അന്തസാരശൂന്യമായ ഒരു ജീവിതാവസ്ഥയിലൂടെയാണ്, ഒരു ആധുനിക ജീവിതത്തിന്റെ സാഹചര്യത്തിലൂടെയാണ് ഞാനും നിങ്ങളൊക്കെ കടന്നു പോകുന്നത്. അതിന് വ്യത്യസ്തരല്ല. അത്രയും അന്തസാരശൂന്യമായിട്ട് അകത്തൊന്നുമില്ല. വളരെ ഉപരിപ്ലവമായിരിക്കുന്ന വാർത്തകൾ, വളരെ ഉപരിപ്ലവമായിരിക്കുന്ന വിഷയങ്ങൾ, വളരെ ഉപരിപ്ലവമായിരിക്കുന്ന രാഷ്ട്രീയതയിലും ജാതീയതയിലും മാത്രം നമ്മളുടെ കണ്ണും മനസ്സും ഒക്കെ ഉടങ്ങി നിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ മറന്നു വെച്ചുപോയ, നഷ്ടപ്പെട്ടു പോയ നമ്മളുടെ ആ അന്തസാരത്തെ, നമ്മളുടെ വ്യക്തിത്വത്തെ തിരിച്ചെടുക്കുന്നതിനുള്ള പോംവഴിയാണ് ഗുരുദേവ കൃതികൾ എന്ന് പറയുന്നത്. ഒരു ഗുരു എവിടെയാണ് ജീവിക്കുന്നത് എന്ന് ചോദിച്ചാൽ ആ ഗുരുവിന്റെ കർമ്മത്തിന് ഒരു ചരിത്രമുണ്ട്. ആ ചരിത്രം തീർന്നതാണ്. പിന്നീട് എവിടെയാണ് ഗുരു ജീവിക്കുന്നത്? ഗുരുവിന്റെ വാക്കുകളിലാണ്. അപ്പൊ ഏതൊരു ഗുരുവിനെയാണോ നിങ്ങൾ പിന്തുടരാനായി ആഗ്രഹിക്കുന്നത് ആ ഗുരുവിന്റെ വാക്കുകളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ പോകേണ്ടത്. ആ ശ്രദ്ധ പോകുന്നതോട് കൂടിയിട്ടാണ് ഒരു വ്യക്തി കുറെ കൂടി വിശാലമായിരിക്കുന്ന കാഴ്ചയുള്ള ഒരു വ്യക്തിയായിട്ട് മാറുന്നത്.
അങ്ങനെയുള്ള ഒരു ജീവിതാവസ്ഥയെ കുറിച്ചിട്ട് ഗുരു നമുക്ക് പങ്കുവെച്ച് നൽകുന്നുണ്ട്. അത് വെറുതെ കിട്ടുകയാണ്. ഗുരു തന്നെ പറയാൻ, ആ എൻ്റെ അകത്തും പുറത്തും ഇരിക്കുന്ന മഹിമാവിനെ അറിയാൻ എല്ലാം പുറത്തേക്ക് മാത്രം നോക്കിയിരിക്കുന്ന ഒരാൾക്ക് കഴിയില്ല. അതിനെന്ത് വേണം? കരുവിന് കണ്ണുകൾ അഞ്ചും ഉള്ളടക്കി തെറുതരെ വീട് വണങ്ങി ഓതി വേണം. ഗുരുദേവ കൃതികളൊക്കെ പഠിക്കണമെന്നുണ്ട്. ഒരു 6 മാസം കൊണ്ട് പഠിക്കാൻ പറ്റുമോ? ചില ആളുകൾ ചോദിക്കും. അവരുടെ വിചാരം ഈ ബുദ്ധി കൊണ്ടുള്ള ഒരു കശക്കി എറിയുന്ന വിദ്യയാണ് ഗുരുദേവ കൃതി എന്നാണ്. ഫിസിക്സ് പഠിക്കണ പോലെ, സംസ്കൃതം പഠിക്കണ പോലെ, ബയോളജി പഠിക്കണ പോലെ എന്നാൽ ഗുരുദേവ കൃതി ഒന്ന് പഠിച്ച് കളയാം എന്നുള്ളതാണ്. ഒരിക്കലും അല്ല. അങ്ങനെ ആരൊക്കെ പഠിച്ചിട്ടുണ്ടോ അവരൊക്കെ കുറെ പണ്ഡിതന്മാരായിട്ട് മറ്റുള്ളവരെ ബോറടിപ്പിക്കുന്ന, മറ്റുള്ളവരെ അല്പം പോലും സ്വൈര്യം കൊടുക്കാതെ കുന്നുപോലെ വിളിക്കുന്ന, കുറെ വാചാടോപം നടത്തുന്നവരായി മാറിയിട്ടുണ്ട് എന്നല്ലാതെ അവരുടെ വ്യക്തിത്വത്തിൽ അല്പം പോലും മാറ്റം ഉണ്ടായിട്ടില്ല. ഞാൻ പറഞ്ഞു വരുന്നത് ഗുരുദേവ കൃതികൾ ബുദ്ധി കൊണ്ട് പഠിക്കാനുള്ള കേവലം പുസ്തകങ്ങളല്ല എന്ന് പറയാൻ. ആ പുസ്തകങ്ങളിൽ നിന്ന് മാറിയിട്ട് അത് നിങ്ങളുടെ ജീവിതത്തെ എപ്പോ പരിവർത്തനപ്പെടുത്താനായിട്ട് തുടങ്ങുന്നുവോ അവിടെയാണ് നിങ്ങൾ ഒരു ഗുരുഭക്തനാകുന്നത്. നമ്മൾ എത്ര വലിയ കേമത്വമൊക്കെ പറഞ്ഞാലും ഒരിക്കലും അത്തരത്തിലുള്ള ഒരു സമീപനം ഗുരുവിനോടുണ്ടോ എന്ന് ചോദിച്ചാൽ വളരെ അപൂർവം ആളുകൾക്കാണ്. നിങ്ങൾ ഇവിടെ ഇങ്ങനെ ഇരുന്ന് കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ എപ്പോഴൊക്കെയോ എവിടെയൊക്കെയോ അങ്ങനെയുള്ള ഒരു താല്പര്യം ഉണ്ടായത് കൊണ്ട് മാത്രമാണ് നിങ്ങൾ ഈ ഒരു സമയത്ത് ഇവിടെ കേൾക്കുന്നത്. അതൊരു പുണ്യമാണ്. അത് നിങ്ങൾ ചെയ്ത കർമ്മത്തിന്റെ ആകാം, നിങ്ങൾ മുൻപ് ചെയ്ത പുണ്യത്തിന്റെ ഫലമാകാം. ഇങ്ങനെയൊക്കെ ഇരുന്ന് ഇതൊക്കെ കേൾക്കാനായിട്ട് കഴിയുക എന്ന് പറയുന്നത് അത് പെട്ടെന്ന് തന്നെ ഉണ്ടാകുന്നതല്ല. അതുകൊണ്ട് മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, ദർശനോത്സവത്തിന് 4 ദിവസം വന്നു, 4 കൃതികൾ പഠിച്ചു, എല്ലാം ആയി എന്നല്ല. ഇത് നമ്മളുടെ ജീവിതത്തിന്റെ അവസാന പ്രാണം വരെയും നമ്മൾ കൊണ്ടുപോകേണ്ടുന്ന ഒരു ജീവിത വ്യാപാരമാണ്. ഇതൊരു ജീവിത വ്യവഹാരമാണ്. ഗുരുവിനെ മറന്ന് ഒരു നിമിഷം പോലും എൻ്റെ ജീവിതത്തിൽ ഇല്ല എന്നുള്ള പ്രതിജ്ഞയുടെ തുടക്കമാണ്. ഗുരുമാർഗത്തിൽ നിന്ന് ഇത്തിരി പോലും ഞാൻ വ്യതിചലിക്കില്ല എന്ന പ്രതിജ്ഞയാണ്. ഗുരുവിന്റെ സത്യദർശനം ഗുരു ഏതൊരു സ്വദ്ദേശ്യതയോട് കൂടിയിട്ടാണോ കണ്ടത്, അതേ സ്വദ്ദേശ്യതയിൽ കൂടി തന്നെ ഞാനതിനെ മനസ്സിലാക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുമെന്ന ശബ്ദമാണ്. ഇങ്ങനെയുള്ള നിരവധിയായിരിക്കുന്ന നിശ്ചയദാർഢ്യത്തിലൂടെയാണ് ഒരു ഭക്തൻ മുന്നേറുന്നത്. അത് ഭഗവാനായി കാണേണ്ടുന്ന സന്ദർഭങ്ങളിൽ ഭഗവാനായി കണ്ടു, ഗുരുവായി കാണേണ്ടുന്ന സന്ദർഭങ്ങളിൽ ഗുരുവായി കണ്ടു, സമൂഹത്തിന്റെ സമാജത്തിന്റെ ഉദ്ധാരണത്തിന് വേണ്ടി പ്രവർത്തിച്ച സാമൂഹ്യ പരിഷ്കർത്താവായി കാണേണ്ടുന്ന സന്ദർഭങ്ങളിൽ അങ്ങനെ കണ്ടു, വാദിക്കുന്നവരുടെ അടുത്ത് അതിവാദിയായി കണ്ടു, മൗനം ഭജിക്കുന്നവരുടെ അടുത്ത് തികഞ്ഞ മൗനിയായി ദർശിക്കുന്ന ഒരു സർവലോകാനുരൂപത്വമുള്ള ഗുരുദേവൻ. ആ ഗുരുവിനെ അങ്ങനെ തന്നെ നമ്മൾ മനസ്സിലാക്കണം. അത് ഗുരുവിന്റെ പലവിധമായിരിക്കുന്ന ഭാവങ്ങളാണ്, ഗുരുവിന്റെ പലവിധമായിരിക്കുന്ന മുഖങ്ങളാണ്. നമ്മുടെ ശാഠ്യബുദ്ധി കൊണ്ട് നമ്മൾ അതിൽ ഏതെങ്കിലും ഒരു മുഖം ഇതാണ് ഗുരു എന്ന് ശഠിക്കാനാണ് അവിടെ പ്രശ്നമാണ്. ഗുരുവിന് നിരവധിയായിരിക്കുന്ന മുഖങ്ങളും മാനങ്ങളുമുണ്ട്. ആ നിരവധിയായിരിക്കുന്ന മുഖങ്ങളെയും നിരവധിയായിരിക്കുന്ന മാനങ്ങളെയും നമ്മൾ അറിയണം. അതറിയണമെങ്കിലാണ് ഈ പറഞ്ഞ പോലെ കരുവിന് കണ്ണുകൾ 5 ഉള്ളടക്കണം. ഉള്ളടക്കം എന്ന് പറയുന്നത് വലിയ ഒരു ആത്മഗുണമായിട്ട് ഗുരു പറയാണ്. ജീവിതത്തിൽ ഒരു അടക്കം വേണം എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. ഇതെന്താ ഉള്ളടക്കം എന്ന് പറയുന്നത്? കുറച്ചുകൂടി അത് അതിൻ്റെ സൂപ്പർലേറ്റീവിലേക്ക് പോയി. അടക്കം എത്ര കണ്ട് പാരമ്യത്തിലെത്തുമ്പോ അത് അതിൻ്റെ ഉള്ളടക്കമാണ്, ഉള്ളിലേക്കുള്ള ഒരു പോക്ക്. നമ്മൾ പുറത്തേക്കാണ് നമ്മുടെ കണ്ണിനെയും കാതിനെയും തൊക്കിനെയും നാവിനെയും ഒക്കെ തുറന്നു വെച്ചിരിക്കുന്നത് പുറമെയുള്ള വിഷയങ്ങൾ അറിയാനാണ്. ഗുരു പറയുന്നത് ആത്മസത്തയെ അറിയണമെങ്കിൽ എന്ത് ചെയ്യണം? കണ്ണുകൾ 5 ഉള്ളടക്കണം. അപ്പൊ എനിക്ക് 5 കണ്ണില്ലല്ലോ, 2 കണ്ണല്ലേ ഉള്ളൂ എന്ന് ചോദിക്കുമ്പോൾ പറയാണ് കുഞ്ഞെ, അത് ജ്ഞാനേന്ദ്രിയങ്ങളെ 5നെയും എന്നർത്ഥം. കണ്ണിനെയും മൂക്കിനെയും നാക്കിനെയും തൊക്കിനെയും 5 ജ്ഞാനേന്ദ്രിയങ്ങൾ ഉൾപ്പെടുത്തിയിട്ടാണ് അതിനെ ഒന്ന് ഉള്ളടക്കണം. നമ്മുടെ ഈ
ജീവിതത്തിൽ നമുക്ക് തന്നെ അറിയില്ല എന്ത് തിരക്കാണുള്ളത് നമുക്കറിയില്ല. ഇന്നൊന്നിനും നേരമില്ല അല്ലേ? നേരമില്ല ഉണ്ണിക്ക് നേരമില്ല, നേരം ഓതുവാൻ നേരമില്ല എന്ന് ആധുനിക കവി പോലും പാടുന്നത് അതുകൊണ്ട്. ആർക്കും ഒന്നിനും നേരമില്ല. എന്നാൽ നേരമില്ലാഞ്ഞിട്ട് ആരുടെയെങ്കിലും മുഖത്ത് ആത്മസംതൃപ്തി കാണുന്നുണ്ടോ? അതില്ലതാണ്. അപ്പൊ വളരെ വിരസമായിരിക്കുന്ന ഒരു ജീവിതം നയിക്കുകയും നേരമില്ലാതിരിക്കുകയും ചെയ്യുന്നതിലെ വൈരുദ്ധ്യം നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അങ്ങനെ നമുക്ക് നമ്മളായി തന്നെ ഇരിക്കാൻ എന്തെങ്കിലും പ്രതിവിധി ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവിടെയാണ് ശ്രീനാരായണ ഗുരുദേവന്റെ ദർശനങ്ങളുടെ പ്രസക്തി, അതിന്റെ ആഴത്തെ, അതിന്റെ പെരുമയൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത് നമുക്ക് നമ്മളെ, ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ, അത് നമുക്ക് നമ്മളെ തിരിച്ചു കിട്ടുന്നതാണ്. ഇന്ന് ഉള്ളടക്കം മാത്രമല്ല, കുറച്ച് സമയമെങ്കിലും ജീവിതത്തില് പ്രാർത്ഥനയ്ക്കും സ്വാധ്യായത്തിനും വിചാരത്തിനും ഒക്കെ ആയിട്ട് മാറ്റിവെക്കണം. നമുക്ക് പലർക്കും ഒരു തോന്നലുണ്ട്, ഇതൊക്കെ ഒരുപാട് പ്രായമായിട്ട് ചെയ്യേണ്ടതല്ലേ, റിട്ടയർ ചെയ്തിട്ട് വേണം ഇതൊക്കെ പഠിക്കാൻ. എൻ്റെ കൂടെയുള്ള ടീച്ചർമാരൊക്കെ പറയും റിട്ടയർ ചെയ്തിട്ട് വേണം പഠിക്കാൻ. ഈ റിട്ടയർ ചെയ്യുമ്പോൾ നമ്മളുണ്ടാവും, റിട്ടയർ ചെയ്യുമ്പോൾ നമ്മുടെ സംസ്കാരം അതിനെ അനുവദിക്കും. ഇന്ന് തോന്നാത്ത താല്പര്യം അന്ന് തോന്നണം എന്നല്ല നിർബന്ധം. ഇത് നമ്മൾ തന്നെ സ്വമേധയാ നമ്മൾ തന്നെ എത്ര കണ്ട് നേരത്തെ അറിയുന്നുവോ അത്ര കണ്ട് നേരത്തെ നമ്മൾ അനുഷ്ഠിച്ചു തുടങ്ങേണ്ടുന്ന ഒരു പാഠ്യപദ്ധതിയാണ്. നമ്മൾ പഠിക്കുന്ന പാഠ്യപദ്ധതിയൊക്കെ 10ാം ക്ലാസ്സിലും പ്ലസ് ടുവിലും ഡിഗ്രിക്കും ഒക്കെ തീർന്നു പോകുമെങ്കിലും ഗുരുവിന്റെ പാഠ്യപദ്ധതി എന്ന് പറയുന്നത് 80 വയസ്സ് വരെ ആയുസ്സുണ്ടെങ്കിൽ അത് 80 വയസ്സ് വരെയും കൊണ്ടുപോകേണ്ടുന്ന പാഠ്യപദ്ധതിയാണ്. അത് ആരെയും കാണിക്കാനല്ല, ആരെയും ബോധ്യപ്പെടുത്താനല്ല, അത് നമുക്ക് നമ്മളെ തന്നെ ബോധ്യപ്പെടുത്തുന്നതിനുള്ള ഒരു അവസരമായിട്ട് നമ്മൾ തിരിച്ചറിയുമ്പോഴാണ് ഗുരുദർശനത്തിന്റെ മഹിമ നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നത്. കാരണം അത്ര കണ്ട് മാനസികമായിരിക്കുന്ന സംഘർഷങ്ങളിലൂടെയാണ് ഓരോ വ്യക്തിയും കടന്നു പോകുന്നത്. ഇന്ന് നമ്മൾ ഈ പറഞ്ഞ പോലെ വിദ്യാഭ്യാസം എത്ര കണ്ട് നേടിയാലും അല്പം പോലും വൈകാരികമായിരിക്കുന്ന ഒരു പക്വത നമുക്കുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. വളരെ ഇമോഷണലി ഫീബിളായിട്ടിരിക്കുന്നവരാണ് നമ്മൾ. ചെറിയ കാര്യങ്ങൾക്ക് തളർന്നു പോകുന്നവരാണ്, കുഞ്ഞു കാര്യങ്ങൾക്ക് തകർന്നു പോകുന്നവരാണ്. ഒരു ചെറിയ കുട്ടി നമ്മുടെ മുഖത്ത് നോക്കി ചിരിച്ചില്ലെങ്കിൽ കെട്ടുപോകുന്ന സമാധാനമേ നമുക്കുള്ളൂ. പിന്നെ എന്ത് ബലമാണ് നമുക്കുള്ളത്? അല്പം പോലും മാനസിക ബലം, അല്പം പോലും ആത്മബലം ഇല്ലാതിരിക്കുന്നതിന്റെ കാരണം എന്താണ്? അവിടെയൊക്കെ നമുക്ക് നമ്മളെ കുറിച്ചുള്ള ആ ഒരു സ്വത്വനിശ്ചയം ഇല്ലായ്മ ഇതിന്റെ വലിയൊരു ഘടകമാണ്. ഈ ഒരു സ്വത്വനിശ്ചയമാണ്, ഈ ഒരു പ്രബുദ്ധതയാണ് ഗുരുവിന്റെ വാക്കുകളെയൊക്കെ സമീപിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത്. അത് ഈ പറഞ്ഞ പോലെ അതങ്ങനെ ചുമ്മാ അലഞ്ഞു നടന്നാൽ കിട്ടില്ല, അവിടെ ഇവിടെ ഓടി നടന്നാലും കിട്ടില്ല. അതൊക്കെ സ്വസ്ഥമായിട്ട് ഒരിടത്തിരുന്ന് സമാധാനപൂർവ്വം മറ്റുള്ള വ്യാപാരങ്ങളിൽ നിന്നൊക്കെ മാറി നിന്നുകൊണ്ട് നമ്മൾ അതിലേക്ക് ശ്രദ്ധിക്കുമ്പോൾ മാത്രം നമുക്ക് കരഗതമാകുന്ന ഒരു സംഗതിയാണ്. അങ്ങനെ ഒരു പ്രേമം, അങ്ങനെ ഒരു ആകർഷണം, അങ്ങനെ ഒരു നിഷ്ഠ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടാണ് ഗുരുദേവ കൃതികൾ സഹായിക്കുക. അവിടെ നമുക്ക് ഇഷ്ടമുള്ള പദ്ധതികളിൽ പഠിക്കാം. ഇപ്പോഴത്തെ വിദ്യാഭ്യാസം പറയുന്ന പോലെ കുട്ടിക്ക് ഇഷ്ടമുള്ളത് പഠിക്കൂ എന്ന് പറയുന്ന പോലെ ഗുരുദേവ കൃതി എടുത്താൽ നമുക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം അല്ലെ? ആത്മോപദേശ ശതകം തിരഞ്ഞെടുക്കുന്ന ആളായിരിക്കില്ല ശിവശതകം തിരഞ്ഞെടുക്കുന്നത്, ശിവശതകം തിരഞ്ഞെടുക്കുന്ന ആളായിരിക്കില്ല ദൈവദശകം തിരഞ്ഞെടുക്കുന്നത്. 10-60 ചില്ലാനും കൃതികളെ ഉള്ളൂ എങ്കിലും ഓരോ വ്യക്തിയുടെയും മനോഘടനയ്ക്കും ഗുണഘടനയ്ക്കും അനുസൃതമായിട്ടാണ് ഗുരു അതിനെ ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് ഏത് റേഞ്ചിൽ നിൽക്കുന്ന ആളുകൾക്കും സമീപിക്കാവുന്ന ഒരു സദ്ഗ്രന്ഥമായിട്ട് നാരായണ ഗുരുദേവന്റെ ദർശനം അല്ലെങ്കിൽ നാരായണ ഗുരുദേവന്റെ കൃതികൾ മാറുന്നതിന്റെ കാരണവും അതാണ്. അവിടെ സ്തോത്രകൃതികളുണ്ട്. തികഞ്ഞ ഭക്തിയുള്ള പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് ഭഗവാനായി മാത്രം കണ്ടുകൊണ്ട് ഈശ്വരനോട് സർവാത്മന അപേക്ഷിച്ചുകൊണ്ട് തൻ്റെ ചെറിയ കാര്യങ്ങളെ പോലും ഈശ്വര സമക്ഷം അവതരിപ്പിക്കുന്ന നിസ്സഹായനായിരിക്കുന്ന ഒരു പ്രാർത്ഥകന്റെ പ്രാർത്ഥനയുണ്ട്. ദൈവദർശനം ആത്മജ്ഞാനത്തിലേക്കാണ് കൊണ്ടുപോകുന്നതെങ്കിലും അതിൻ്റെ തുടക്കം നിസ്വനായിരിക്കുന്ന എളിമയുള്ള താഴ്മയായ ഒരു വ്യക്തിയുടെ പ്രാർത്ഥനയാണ്. അങ്ങനെയുള്ള എത്രയെത്ര സ്തോത്രകൃതികൾ മനസ്സിന്റെ ശുദ്ധീകരണത്തിന് വേണ്ടി, ചിത്തശുദ്ധീകരണത്തിന് വേണ്ടി ഗുരു എഴുതി തന്നു.
എന്താ ഗുണം? മനസ്സ് കുറെ നേരം കേടാകാതെ ഇരിക്കും, മനസ്സ് മറ്റുള്ള വിഷയങ്ങളിലേക്ക് പോകാതെ ഇരിക്കും. നമ്മളുടെ മനസ്സെന്ന് പറയുന്നത് ഈ പാലിൽ മൂടിയ കുളം പോലെയാണ്. ഒന്ന് അനങ്ങാതിരുന്നാലും എന്ത് ചെയ്യും? കുളത്തിൽ പായൽ വന്ന് മൂടും. അപ്പൊ നമ്മൾ ഈ കുളത്തിന്റെ വക്കത്ത് വന്നിരുന്നിട്ട് കൊച്ചു കൊച്ചു കല്ലുകൾ ഈ കുളത്തിലേക്ക് ഇട്ട് കൊടുക്കുമ്പോഴോ കുറച്ച് പായൽ നീങ്ങും. ആ കല്ലുകളിടയിൽ നിൽക്കുമ്പോഴോ വീണ്ടും പായൽ വന്ന് മൂടും. അപ്പൊ മനസ്സെന്ന് പറയുന്നത് വെറുതെ വെച്ച് കഴിഞ്ഞാൽ അതിലേക്ക് പായലുകൾ വന്ന് മൂടും. അവിടെയൊക്കെ ഈ ഗുരുദേവ കൃതികള് സ്തോത്രങ്ങളാകുന്ന ദിവ്യ രത്നങ്ങളെ കൊണ്ട് നിറയ്ക്കുമ്പോൾ കുറെ സമയത്തേക്ക് തെളിഞ്ഞ ഒരു ചിത്തം, മാലിന്യമകന്ന ഒരു മനസ്സ് നമുക്ക് കിട്ടും എന്നുള്ളതാണ്. അത്തരത്തിലുള്ള പ്രാർത്ഥനകൾ സുബ്രഹ്മണ്യ സ്തോത്രങ്ങളാണെങ്കിലും ശിവസ്തോത്രങ്ങളാണെങ്കിലും ജനനി നവരത്ന മഞ്ജരിയാണെങ്കിലും അനുകമ്പാദശകമാണെങ്കിലും ഇങ്ങനെ വളരെ അവാച്യസുന്ദരമായിരിക്കുന്ന മനോജ്ഞമായിരിക്കുന്ന പ്രാർത്ഥനാ ഗീതങ്ങളെ കൊണ്ട് എഴുതി തന്നിരിക്കുന്ന കൃതികൾ എഴുതിയിട്ടുണ്ട്. എന്തിനാണെന്ന് ചോദിച്ചാൽ അതൊക്കെ ഇങ്ങനെ ചൊല്ലുമ്പോൾ പ്രാർത്ഥന ഒരു കൃതജ്ഞതയുടെ നിറഞ്ഞു തൂവൽ കൂടിയാണ് എന്ന് ഗുരു ഓർമ്മിപ്പിക്കുകയാണ്. നമ്മളുടെ സ്വാർത്ഥമായിരിക്കുന്ന ആവശ്യങ്ങള് ചോദിക്കുന്നത് മാത്രമല്ല പ്രാർത്ഥന, പകരം നമുക്ക് കിട്ടിയതിനോടുള്ള നന്ദി രേഖപ്പെടുത്തുന്നത് കൂടിയിട്ടാണ് പ്രാർത്ഥന. ജനനി നവരത്ന മഞ്ജരി പോലുള്ള കൃതികള് പ്രാർത്ഥനയുമാണ്, ദർശനവുമാണ്. ഇങ്ങനത്തെ കൃതികളുണ്ട്. അത് കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ജനനിയെ സ്തുതിക്കുകയാണെന്ന്. പക്ഷെ അതിന്റെ അർത്ഥത്തിലേക്ക് പോകുമ്പോൾ വലിയ ഒരു വേദാന്ത ദർശനത്തെ തന്നെ അതിൽ നിഗൂഹനം ചെയ്തു വെച്ചിരിക്കുകയാണ്. അത്രയും മനോഹരമായിട്ട് പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കേണ്ടത് എങ്ങനെയാണ്, പ്രകൃതി തന്നെയാണ് അമ്മ എന്ന് കാട്ടിത്തരുന്ന വലിയ ഒരു ദർശനം. ഏതേത് കാര്യങ്ങളെ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിന് സദ്ഗതി ഉണ്ടാക്കുക എന്ന് പറയുന്ന ദർശനം അല്ലെ. ഓരോ ജീവിയെ കാണുമ്പോഴും ഇത് ഈശ്വരനാണ് എന്ന് പഠിപ്പിക്കുന്ന ദർശനം. അതല്ലേ അവിടെ പറയുന്നത്, മീനായതും ഭവതി മാനായതും ജനനി നിനാദവും നഗരം താനായതും ധരനദീനാരിയും നരനും ആനാഹവും നരകവും നീനാമരൂപം ആദിൽ നാനാവിധ പ്രകൃതിമാനായി നിന്നറിയും ഈ ജ്ഞാനായതും ഭവതി ഹേനാദരൂപിണി അഹോ നാടകം നിഖിലവും മീനായതും ഭവതി മാനായതും ജനനി. ജഗദംബികയെ പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ ജഗദംബിക ഏതെങ്കിലും ഒരു കൂടാരത്തിൽ ഒതുങ്ങി ഒരു ഫോട്ടോയിൽ ഇരിക്കുന്നതാണ് ജനനി എന്നല്ല പഠിപ്പിച്ചു തരുന്നത്. മുന്നിൽ കാണുന്ന ചരവും അചരവുമായിരിക്കുന്ന സർവവസ്തുക്കളും ജഗദംബികയുടെ രൂപം പൂണ്ടിരിക്കുന്ന പ്രകൃതിയെ ഈശ്വരനായി കാണുന്ന ഒരു കാഴ്ച ഗുരുവോട് പഠിപ്പിക്കുകയാണ്. അമ്മ തന്നെയാണ് മീനായിരിക്കുന്നത്, നീ തന്നെയാണ് മാനായിരിക്കുന്നത്, നീ തന്നെയാണ് പാമ്പായിരിക്കുന്നത്, സ്വർഗവും നീ തന്നെ, നരകവും നീ തന്നെ. ഈശ്വരന് യാതൊരു വിധമായിരിക്കുന്ന ഭേദചിന്തകളും ഇല്ലാത്തത് കൊണ്ട് നീ നാഗവും എന്ന് പറഞ്ഞു, നാഗം സ്വർഗം. എന്നിട്ട് പറയാണ് നീ തന്നെ നരകവും എന്ന് വെച്ചാൽ ജഗദംബിക നന്മ തിന്മകൾക്ക് അതീതമായി വർത്തിക്കുന്നവളാണ്. ആ ബോധ്യത്തോട് കൂടിയിട്ട് നമ്മുടെ ജീവിതത്തിൽ സമീപിക്കുമ്പോൾ നിനക്ക് അസാധ്യമായിട്ട് ഒന്നുമില്ല, നിനക്ക് എല്ലാതും നേടിയെടുക്കാൻ കഴിയുമെന്ന് പറയാം. അതിന്റെ തന്നെ ഒരു നേടിയെടുക്കലിന്റെ കാഴ്ച മണ്ണന്തല ദേവി സ്ഥലത്തിൽ ഒരു പാടുന്നുണ്ട്. സാധിക്കും സകലം സമസ്ത ഭുവനങ്ങൾക്കും ഹിതം നൽകി നീ ചേതസിങ്കലിരിക്കൊണ്ടു ജനനി ചൈതന്യമായപ്പോഴും ബോധിപ്പിപ്പദശേഷം അമ്പുധിയിൽ വന്നേറിക്കലർന്നിടുമ
വന്നേറുന്നു മാറുന്നിതേ. സാധിക്കും സകലം സമസ്ത ഭുവനങ്ങൾക്കും ഹിതം നൽകി നീ ചേതസിങ്കലിരിക്കൊണ്ട്. സാധിക്കും സകലം, നീ എന്ത് വേണമെങ്കിലും ചെയ്യാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ടുള്ളൂ. നിനക്ക് നല്ല രീതിയിൽ തന്നെ. കാരണം എന്താണ്? നിനക്ക് അസാധ്യമായിട്ടൊന്നുമില്ല. അതിന്റെ കാരണം എന്താണെന്ന് അറിയാമോ? ചൈതന്യമായപ്പോഴും സാധിക്കും സകലം സമസ്ത ഭുവനങ്ങൾക്കും ഹിതം നൽകി നീ ചേതസിങ്കലിരിക്കൊണ്ട്. ഈ ജഗദംബിക നമ്മളുടെ ഹൃദയത്തിൽ വസിക്കുന്നിടത്തോളം കാലം. ഈശ്വരൻ എവിടെയാണ് എന്ന് അർജുനൻ ചോദിച്ചപ്പോൾ ശ്രീകൃഷ്ണ പരമാത്മാവ് അർജുനനോട് പറഞ്ഞത് ഈശ്വര സർവഭൂതാനാം ഹൃദയേഷേ അർജുന തിഷ്ഠതി എന്നാണ്. ഈശ്വര സർവഭൂതാനാം ഹൃദയേഷേ. അർജുന, ആ മലയിലുമല്ല ഈ മലയിലുമല്ല ഈശ്വരൻ. ഈശ്വരൻ സർവഭൂതാനാം ഹൃദയേഷേ. ഹൃദയം എന്ന് പറയുന്നത് സെന്റർ, കേന്ദ്രം. നമ്മളുടെ ഏതാണോ നമ്മുടെ കേന്ദ്രം, ആ കേന്ദ്രത്തിലിരുന്ന് വിളങ്ങുന്ന ചൈതന്യമാണ് ഈശ്വരൻ. വേദാന്ത ദർശനമൊക്കെ പഠിപ്പിക്കുമ്പോൾ എല്ലാവരും ചോദിക്കും, നിങ്ങൾ എന്തിനെയാണ് ഈശ്വരൻ എന്ന് വിളിക്കുന്നത്? ഓരോ ദാർശനികന്മാരും ഓരോ ഉത്തരങ്ങൾ പറയും. ഞങ്ങൾ അതിനെയാണ്, ഞങ്ങൾ ജഗത്തിന്റെ കാരണത്തെയാണ് വിളിക്കുന്നത്. ഒരു മരം ഉണ്ടാവണമെങ്കിൽ അതിന് കാരണമായിട്ടൊരു വിത്ത് വേണമല്ലോ. അപ്പൊ എന്ത് കാര്യം ഉണ്ടാവണമെങ്കിലും അതിനൊരു കാരണം വേണം. ആ കാരണത്തെയാണ് ഞങ്ങൾ വിളിക്കുന്നത് എന്ന് പറയുമ്പോൾ വേദാന്തത്തിൽ അവസാന ഒരു ഉത്തരം വേദാന്തി പറയും. അത് ഞങ്ങൾ ഈശ്വരൻ എന്ന് വിളിക്കുന്നത് ഓരോരുത്തരുടെയും അകമേ ഇരുന്ന് പ്രസ്ഫുരിക്കുന്ന അഹം അഹം ഞാൻ ഞാൻ എന്ന ദീപ്തിയെയാണ്, ചൈതന്യത്തെയാണ്. അതിനെ വിശ്വസിക്കേണ്ട കാര്യമില്ല, അത് അനുഭവിക്കുക. ഞാനുണ്ട് എന്ന് എനിക്ക് വിശ്വസിക്കേണ്ട കാര്യമില്ല, ഞാനുണ്ട് എന്നുള്ളത് അനുഭവമാണ്. അപ്പോൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഈശ്വരാനുഭവമാണ് വേദാന്ത ദർശനം എപ്പോഴും മുന്നോട്ട് വയ്ക്കുന്നത്. അത് വിശ്വസിക്കേണ്ട കാര്യമില്ല. ഞാൻ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് വിശ്വാസത്തിൽ അധിഷ്ഠിതമായ ഒന്നല്ല. ഞാൻ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് എനിക്ക് അറിയാൻ കഴിയുന്ന, എനിക്ക് പ്രത്യക്ഷത്തിൽ അനുഭവിക്കാൻ കഴിയുന്ന ഒരു ഉണ്മയാണ്. ആ ഉണ്മയെ തന്നെയാണ് ഈശ്വരൻ എന്ന് വിളിച്ചത്. അവിടെയാണ് ഗുരു പറയുന്നത്, ഈ ഉണ്മ ദേവി ഈ ഉണ്മയുടെ രൂപത്തിൽ ഹൃദയത്തിൽ ഇരിക്കുന്നിടത്തോളം കാലം നീ വിചാരിക്കുന്നതെല്ലാം നിനക്ക് നേടിയെടുക്കാനായിട്ട് കഴിയും. നമ്മൾ ആരും വിചാരിക്കരുത്, അയ്യോ എനിക്കിതൊന്നും അറിയില്ല, എനിക്കിതൊന്നും പഠിക്കാനുള്ള കഴിവില്ല, എനിക്കിതൊന്നും വായിക്കാനുള്ള കഴിവില്ല, എനിക്ക് അക്ഷരം അറിയില്ല, എനിക്ക് എഴുതാൻ അറിയില്ല. അങ്ങനെയൊന്നുമല്ല. നമ്മളുടെ ഉള്ളിൽ എപ്പോഴാണോ ഇത്തരത്തിലുള്ള താല്പര്യങ്ങൾ ജനിക്കുന്നത്, അതിനനുസൃതമായിരിക്കുന്ന സാഹചര്യങ്ങൾ നിങ്ങൾക്ക് ഒരുങ്ങി കിട്ടും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ആരാണോ എപ്പോഴാണോ ഗുരുവിനെ അറിയണം എന്ന ഒരു തോന്നൽ, ഗുരുവിനെ അറിയണം എന്നുള്ള അഭിവാഞ്ചം ഹൃദയത്തിന്റെ തലത്തിൽ നിന്ന് ഉയർന്നു വരുന്നത്, അവന് അതിനനുസൃതമായിരിക്കുന്ന പരിസരങ്ങൾ, അതിനനുസൃതമായിരിക്കുന്ന സാഹചര്യങ്ങൾ ഇണങ്ങി വരും എന്നാണ് ഗുരു പറഞ്ഞിരിക്കുന്നത്. ഇതൊക്കെ പറയുവാനും കേൾക്കുവാനും ഒക്കെ ആയിട്ട് ജീവിതത്തിൽ ഒരു സമയം മാറ്റിവെക്കുന്നതിനെയാണ് ദർശനോത്സവം എന്ന് പറയുന്നത്. എൻ്റെ ജീവിതത്തിൽ വെറുതെ ഇങ്ങനെ സീരിയൽ കണ്ട് തുണിയലക്കി മുറ്റടിച്ച് ജീവിക്കാനുള്ളതല്ല. മുറ്റടിക്കുമ്പോഴും തുണിയലക്കുമ്പോഴും സീരിയൽ കാണുമ്പോഴും ഇടയ്ക്ക് ഇച്ചിരി സമയം നല്ല കാര്യങ്ങൾ വായിക്കുവാനും നല്ല കാര്യങ്ങൾ അറിയുവാനും നല്ല കാര്യങ്ങൾ പറയുവാനുമുള്ള ഒരു അവസരത്തിന് കൂടിയുള്ളതാണ് എൻ്റെ ജീവിതം. അതാണ് നമ്മളുടെ ഒരു മനുഷ്യത്വത്തിന്റെ പൂർണ്ണത എന്ന് പറയുന്നത്. നല്ല മനുഷ്യനാകണമെങ്കിൽ നല്ല അറിവ് വേണം. ഒരു വളരെ സിമ്പിളായി പറഞ്ഞ കാര്യമാണ്. നിങ്ങൾ എന്തും ആയിക്കൊള്ളട്ടെ, നിങ്ങൾ നല്ല മനുഷ്യരായാൽ മതി. കേൾക്കുമ്പോൾ അത്ര സുഖം, ശരിയാണല്ലോ, നല്ല മനുഷ്യനായാൽ മതി. നല്ല മനുഷ്യനാകണമെങ്കിൽ ഏതേത് കാര്യങ്ങൾ ചെയ്താലാണ് നല്ല മനുഷ്യനാവുക എന്നുള്ളതിനെ കുറിച്ചുള്ള അറിവ് വേണം. അല്ലാതെ എങ്ങനെ നല്ല മനുഷ്യനാകും? അപ്പൊ നല്ല അറിവുള്ള ഒരാൾക്ക് മാത്രമാണ്, നല്ല അവബോധമുള്ള ഒരാൾക്ക് മാത്രമാണ്, നല്ല ജാഗ്രതയുള്ള നല്ല ഉള്ളുണർവുള്ള ഒരാൾക്ക് മാത്രമാണ് നല്ല മനുഷ്യനാകാൻ കഴിയുള്ളൂ. ഞാനൊരു ബോധക്കേടിലൂടെ ജീവിക്കുന്ന ഒരാളാണ് എങ്കിൽ എൻ്റെ അടുത്ത് വരുന്ന ആളുകളെ മുറിവേൽപ്പിക്കാതെ സംസാരിക്കണമെങ്കിൽ എനിക്ക് അറിവ് വേണം. നിങ്ങളുടെ ഹൃദയത്തെ മുറിവേൽ
ഏതേത് അവസരങ്ങളിൽ ഏതേത് വാക്കുകൾ ഉപയോഗിക്കണമെന്ന് ഒരു അമ്മയ്ക്ക് അറിഞ്ഞില്ലെങ്കിൽ ആ വീട്ടിൽ എപ്പോഴും കലഹമുണ്ടാവും. അപ്പൊ അമ്മ എന്ന് പറയുന്നത് സ്നേഹവതിയായ മാത്രം പോരാ, ബോധവതി കൂടിയായിരിക്കണം. സ്നേഹവതിയായിരിക്കുന്ന അമ്മമാരെ നമ്മൾ എല്ലായിടത്തും കാണാറുണ്ട്. പക്ഷെ ബോധമുള്ള അമ്മ എന്ന് പറയുന്നത് ഒരു അപൂർവതയാണ്. ബോധമുള്ള അമ്മയ്ക്കാണ് വീട്ടിലൊക്കെ ഒരു വഴക്ക് വരുമ്പോൾ, ഒരു കലഹം വരുമ്പോൾ, ഒരു സമാധാനക്കേട് വരുമ്പോൾ അതിനെ വഴിതിരിച്ചു വിടാൻ പറ്റുള്ളൂ. ബൈപ്പാസ് വഴി വേറെ വഴിക്ക് അവർ തരം മാറ്റി വിഷയം മാറ്റി പറഞ്ഞു വിടും. അത് ആർക്കാ കഴിയുന്നത്? എന്ത് വഴക്കിലേക്കാണ് അച്ഛനും മക്കളും പോണത് എന്ന് സൂക്ഷ്മമായി നിരീക്ഷിക്കുന്ന അമ്മയ്ക്ക് കഴിയുന്നത്. അത് ബോധക്കേടിലിരിക്കുന്ന ഒരമ്മയ്ക്ക് കഴിയില്ല. ആ ബോധക്കേടാണ് നമ്മളിത് മാറേണ്ടത്. സുബ്രഹ്മണ്യനോട് ഗുരു ചോദിക്കാൻ പറഞ്ഞത് ബോധക്കേടൊക്കെ നീക്കി തരിക എന്നാണ്. സുബ്രഹ്മണ്യ കീർത്തനത്തിലെ ഗുരു അത് പാടുന്നുണ്ട്. ജ്യോതിശ്ചക്രം കണക്കൻ മനമിളകി മറിഞ്ഞായുടന്തം വരും ബോധക്കേടൊക്കെ നീക്കി തരിക അമൃതരുൾ തെന്തുളുമ്പും പദന്തേ പാതിപ്പെൺമൈ മകൻ നിൻ തിരുവടിയുടെ മേലേറിയാടുന്ന നേരം മോദിച്ചേതും മടിക്കാതെ അവനകിവിടെ നീ കൊണ്ടുവാ തങ്കമയിലേ. ജ്യോതിശ്ചക്രം കണക്ക് എൻ മനം ഇളകി മറിഞ്ഞ് ആയുരന്തം വരും. മനസ്സിങ്ങനെ ഭ്രമിച്ച് ഓരോ വിഷയങ്ങൾ കാണുമ്പോൾ ഇതാണ് ശരി എന്ന് വിചാരിച്ച് ഭ്രമിച്ച് കൽപ്പിച്ച് ചത്തുപോകുന്നതിന് മുമ്പ് അല്ലയോ മുരുക, എൻ്റെ ബോധക്കേടൊക്കെ ഒന്ന് തീർന്നു തരണം. വേറെ പ്രാർത്ഥനയൊന്നുമില്ല. ആരിനെ അടിക്കാനോ വീട് വെച്ച് കിട്ടാനൊന്നുമല്ല ഗുരു പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചത്. വ്യക്തിയെ സമ്പുഷ്ടമാക്കുന്ന ആധ്യാത്മികമായിരിക്കുന്ന ഗുണങ്ങളെ കൊണ്ട് നിറയ്ക്കാനാണ്. ആത്മീയമായിരിക്കുന്ന അല്ലെങ്കിൽ നല്ല നല്ല മൂല്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതോടുകൂടി തന്നെ നമ്മുടെ ജീവിതം ധന്യമാണ്. അതുകൊണ്ടാണ് അന്നവസ്ത്രാദി മുട്ടാതെ തന്നു രക്ഷിച്ചു ഞങ്ങളെ ധന്യരാക്കുന്ന നീ ഒന്നു തന്നെ ഞങ്ങൾക്കു തമ്പുരാൻ. നമ്മളെന്നും പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിലും ഈ ധന്യത നമുക്ക് ഉണ്ടോ എന്നുള്ളത് നമ്മൾ അന്വേഷിക്കണം. അന്നവസ്ത്രാദി മുട്ടാതെ തന്നു രക്ഷിച്ചു ഞങ്ങൾ ധന്യരാക്കുന്ന നീ. അല്ലെ, നമ്മളിപ്പോഴും ആർത്തിയിലാണ് ജീവിക്കുന്നത്. നമുക്ക് കിട്ടിയ അന്നം നമുക്ക് തികയുന്നില്ല. നമ്മുടെ വീട്ടിൽ വെക്കുന്ന ഭക്ഷണം നമുക്ക് ഇഷ്ടപ്പെടുന്നില്ല. നമ്മൾ വീണ്ടും അതിലും നല്ല ഭക്ഷണം തരികയാണ്. പുതിയ ഹോട്ടൽ എവിടെയാണ് വടക്കമ്പറൂര് വന്നേക്കണേന്നാണ് നമ്മൾ അന്വേഷിക്കുക. അല്ലെങ്കിൽ എറണാകുളത്ത് പുതിയ ഏത് ഹോട്ടലാണ് വന്നേക്കുന്നത് എന്നാണ് അന്വേഷിക്കുക. ഞായറാഴ്ച വന്നു കഴിഞ്ഞാൽ അവിടെ പോയി കഴിക്കണം എന്നാണ് അന്വേഷണം. അപ്പൊ ഇവിടുത്തെ ഭക്ഷണം അത്ര പോരാ. വസ്ത്രമാണെങ്കിൽ അങ്ങനെ പുതിയ ടെക്സ്റ്റൈൽസുകൾ വന്നു. വീടാണെങ്കിലും അത്യാവശ്യത്തിന് വീടുണ്ടെങ്കിലും നമുക്ക് അതിൽ തൃപ്തിയില്ല. കുറെ കൂടി സ്ക്വയർ ഫീറ്റ് വലുതാക്കണം എന്ന ചിന്തയാണ്. ഇപ്പൊ ജോലിയുടെ വരുമാനം അനുസരിച്ച് സ്ക്വയർ ഫീറ്റിന്റെ വീതി ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. കാരണം നമ്മൾ വിചാരിക്കുന്നത് ഇതൊക്കെയാണ് സമൂഹത്തിലെ അന്തസ്സിനെ കാണിക്കുന്നത്. അപ്പോ ദൈവികമായിട്ട് ഈശ്വരേച്ഛയ സഹജമായി കിട്ടിയതിൽ പലപ്പോഴും നമ്മൾ സന്തോഷിക്കാൻ മറന്നു പോകാറുണ്ട്. നമുക്ക് വസ്ത്രമുണ്ട്, നമുക്ക് അന്നുണ്ട്, നമുക്ക് പാർപ്പിടമുണ്ട്. പക്ഷെ എനിക്കിത് മതി എന്ന് പറയുന്ന ആളുകളെ കാണാൻ വളരെ കുറവാണ്. എനിക്ക് ഇത്ര വസ്ത്രം മതി, എനിക്ക് ഈ അന്നം മതി, എനിക്ക് ഈ വീട് മതി, എനിക്ക് ഈ വാഹനം മതി. ഈ മതി എന്ന് പറയുന്ന വാക്കിനോളം വിലപ്പെട്ട ഒരു വാക്ക് ലോകത്തില്ല. ഏത് വ്യക്തിക്കാണോ എനിക്ക് മതി എന്ന് പറയാൻ തോന്നുന്നത് അവരുടെ ജീവിതം വിജയിച്ചു എന്നുള്ളത്. കാരണം അത് വലിയ ഒരു സംതൃപ്തിയിൽ നിന്ന് വരുന്ന വാക്കാണ്. എൻ്റെ മനസ്സ് സംതൃപ്തി കൊണ്ട് നിറഞ്ഞു പോകുമ്പോഴാണ് എനിക്ക് മതി എന്ന് പറയാൻ പറ്റും. അങ്ങനെ മതി വന്ന ഒരാളാണ് പറയുന്നത് ധന്യമായി ഭഗവാനെ, ധന്യരാക്കുന്ന നീ ഒന്നു തന്നെ ഞങ്ങൾക്ക് തമ്പുരാൻ. ഞാൻ ചോദിക്കാതെ തന്നെ നീ എനിക്കൊരു വീട് തന്നിട്ടുണ്ട്. ഞാൻ ആവശ്യപ്പെടാതെ തന്നെ നീ എനിക്ക് വസ്ത്രം തന്നിട്ടുണ്ട്. ഞാൻ ആവശ്യപ്പെടാതെ തന്നെ നീ എനിക്ക് അന്നം തന്നിട്ടുണ്ട്. അപ്പൊ ജീവിതത്തിന്റെ പ്രാഥമികമായിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണോ അതൊക്കെ ഞാൻ ചോദിക്കാതെ തന്നെ നിറവേറ്റി തരുന്ന തമ്പുരാനാണ്. ആ തമ്പുരാനോടുള്ള നന്ദി പറച്ചിലാണ്
നിന്റെ പ്രാർത്ഥന. അതാണ് പ്രാർത്ഥന ഒരർത്ഥത്തിൽ കൃതജ്ഞതയുടെ നിറഞ്ഞതുപോലാണ് എന്ന് ഞാൻ പറഞ്ഞത്. കാരണം ഈശ്വരന് ആ കാര്യത്തിൽ യാതൊരു ഭേദവും ഇല്ലാതെയാണ് കൊടുക്കുന്നത്. പിണ്ടനന്ദി എന്ന് പറയുന്ന ഒരു പ്രാർത്ഥനാ ഗീതം ഗുരു എഴുതി തന്നിട്ടുണ്ട്. പിണ്ടം പറയുന്ന നന്ദിയാണ്. അമ്മയുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞെന്ന് ആണാണോ പെണ്ണാണോ എന്ന് പോലും നിശ്ചയിക്കാൻ പറ്റാത്ത വിധത്തിലുള്ളൊരു മാംസകഷ്ണം. ആ മാംസകഷ്ണത്തിലേക്ക് പോയിട്ട് നന്ദി പറയുന്നു. ആ അവസ്ഥയിലേക്ക് പോയിട്ട് ഗുരു ആ അവസ്ഥയിലായിരുന്നപ്പോൾ ആരാണ് സംരക്ഷിച്ചത്, ആരാണ് നോക്കി വളർത്തിയത്, ആ പരമമായിരിക്കുന്ന പിതാവിനോടുള്ള നന്ദി പറയുന്നുണ്ട്. അവിടെയൊക്കെ ഈ എല്ലാവിധമായിരിക്കുന്ന ഒരു വിധമായ വ്യത്യാസവും ഇല്ലാതെ എല്ലാവരെയും ഒരുപോലെ കാണുന്നവരാണ് ഈശ്വരൻ എന്ന് സമർത്ഥിക്കാൻ ഒരു മറന്നില്ല. ഒരു അവിടെ പാടുന്നുണ്ട്, കല്ലിനകത്തു കുടിവാഴും ഒരൽപ ജന്തു ഒന്നല്ല, നിന്റെ കൃപയിന്നറിയിച്ചിടുന്നു. അല്ലിക്കുടത്തിലമരുന്ന അമരേന്ദ്രനും മറ്റാരും ഇങ്ങ് ഇതിലിരുന്നു വളർന്നിരുന്നു. 4-5 മാസം ഒരുപോൽ നയനങ്ങൾ വെച്ച് കാലന്റെ കയ്യിലടങ്ങാതെ വളർത്തിനീയേ. കാലം കഴിഞ്ഞു കരുവിങ്കലിരുന്നു ഞാൻ, അക്കാലം നിലച്ചു കരയുന്നിതോ കേൾക്ക് ശംഭോ. കല്ലിനകത്തു കുടിവാഴും ഒരൽപ ജന്തു ഒന്നല്ല. എവിടെയാണ് നമ്മുടെ ശ്രദ്ധ കൊണ്ടുവന്നോ? കല്ലിന്റെ അകത്ത് കുടിവാഴും ഒരൽപ ജന്തു. നീ മിറ്റത്തൊക്കെ കിടക്കുന്ന കല്ലുണ്ടല്ലോ, ഈ കല്ല് മാറ്റി നോക്കിക്കഴിഞ്ഞാൽ ആ കല്ലിനെ ആശ്രയിച്ചുകൊണ്ട് ജീവിക്കുന്ന ജീവികളെ കാണാം. അവിടെയുണ്ട് വാസസ്ഥാനം. കല്ലിനെ വാസസ്ഥാനമായിട്ട് കല്ലിന്റെ അടിയിൽ ജീവിക്കുന്ന കൊച്ചു കൊച്ചു ജീവികളെ കാണാം. ഒരു കല്ല് ഇളക്കി നോക്കുമ്പോഴാണ് നമ്മൾ കാണുക അതിന്റെ അടിയിൽ നിന്ന് ഇവരെന്താണ് എൻ്റെ വീട് പൊടിക്കാൻ വന്നതെന്നുള്ള മട്ടിൽ നോക്കിക്കൊണ്ട് കുറച്ച് കൊച്ചു പ്രാണികൾ ഇറങ്ങി ഇങ്ങനെ നടക്കുന്നു പോകുന്നത്. ഇതാണ് കല്ലിനകത്ത് കുടിവാഴുന്ന ഒരൽപ ജന്തു. ഈശ്വരന്റെ കൃപ എവിടെ വരെ എത്തുന്നു, എവിടെ തുടങ്ങി എവിടെ എത്തുന്നു? ഈ കല്ലിനെ ആശ്രയിച്ച് നിലകൊള്ളുന്ന അതൊരു ഫംഗസ് ആയിരിക്കാം, ഒരു പൂപ്പലായിരിക്കാം, ഒരു ബാക്ടീരിയ ആയിരിക്കാം, അല്ലെ? നമ്മളുടെ കണ്ണുകൾ കൊണ്ട് കാണാത്ത ഒരു ഏകകോശ ജീവിയായിരിക്കാം. പക്ഷെ അതിലേക്ക് വരെ ശംഭുവിന്റെ കൃപ ചെല്ലുന്നത്, അതിന്റെ ജീവിതത്തെ വരെ ഈശ്വരൻ സേഫാക്കുന്നുണ്ട്, സുരക്ഷിതത്വം കൊടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് കല്ലിനകത്ത് കുടിവാഴും ഒരൽപ ജന്തു ഒന്നല്ല. അത് മാത്രമല്ല നിന്റെ കൃപയിൽ വളരുന്നത്, അല്ലിക്കുടത്തിൽ അമരുന്ന അമരേന്ദ്രൻ. ഇനി ഈ പ്രപഞ്ചത്തിന്റെ നിർമ്മാതാവാണ് എന്ന് പറയുന്ന, ഈ പ്രപഞ്ചത്തിന്റെ സംരചന നിർവഹിച്ചവനാണ് എന്ന് പറയുന്ന ബ്രഹ്മാവ് വരെ. ഇപ്പൊ എവിടം മുതൽ എവിടം വരെ? ഒരു കുഞ്ഞു ജീവി മുതല് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച ബ്രഹ്മാവ് വരെ നിന്റെ കൃപയിലാണ് ജീവിക്കുന്നത് ശംഭുവിൽ. അവിടെ എല്ലാം വന്നു. അതാണ് യഥാർത്ഥത്തിലുള്ള സമത്വം. അതുകൊണ്ടാണ് ഗുരു പറയുന്നത്, ഒരു അമ്മ ഒരു കുഞ്ഞിനെ പ്രസവിച്ച് പുറത്തേക്ക് വരുമ്പോഴാണ് ഒരുപാട് കുഞ്ഞിന് സംരക്ഷകരായിട്ട് ചുറ്റും കൂടെയുള്ളവരുണ്ടാകുന്നത്, അല്ലേ? നമ്മളൊക്കെ ചിലപ്പോഴൊക്കെ കവലയിലാണെങ്കിലും നമ്മൾ നടന്നു പോകുമ്പോൾ ഒരു ബോധമില്ലാത്ത, അല്ലെ, വെളിവില്ലാത്ത, ബുദ്ധിയില്ലാത്ത, ആധുനിക കവികളുടെ കവിതയിൽ പറയുന്ന പോലെ ആരോ കൊടുത്ത ബീജവുമായിട്ട് ഗർഭം പേര് നടക്കുന്ന ചില ആത്മാക്കളെ നമ്മൾ കാണാറുണ്ട്. ആരുമില്ല അവരെ നോക്കാൻ, ആരുമില്ല അവരെ സഹായിക്കാൻ. എവിടെന്നോ എങ്ങനെയോ ഗർഭിണിയായിട്ട് അതിനെയും ചുമന്നുകൊണ്ട് നടക്കുന്ന ഭ്രാന്തിയായിരിക്കുന്ന ചില അമ്മമാരെ നമ്മൾ കാണാറുണ്ട്. അത്രയും നിസ്സഹായരായിരിക്കുന്ന, അത്രയും ആരുമില്ലാത്ത, ബുദ്ധിക്ക് സ്ഥിരതയില്ലാത്തവരെ കാണാറുണ്ട്. പക്ഷെ പറയുകയാണ്, ആ കുഞ്ഞിന് കിട്ടുന്ന പ്രൊട്ടക്ഷൻ, ആ ഭ്രാന്തിയായിരിക്കുന്ന അമ്മയുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞിന്, അന്തപുരത്തിലെ രാജകുമാരിയുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞിന് കിട്ടുന്ന സംരക്ഷണം ഏകമാണ്. അതാണ് അതിൻ്റെ കാരുണ്യത്തിന്റെ പ്രത്യേകത.
നോക്കിയിട്ടല്ല നീ നിന്റെ കൃപയെ പുറത്തേക്ക് വിടുന്നത്. നിന്റെ മുന്നിൽ എല്ലാവരും തുല്യരാണ്. പുറത്തു വന്നു കഴിയുമ്പോഴാണ് ബന്ധുക്കളും അച്ഛനും അമ്മയും സഹോദരങ്ങളും എല്ലാവരും നമുക്ക് ഉണ്ടാവുന്നത്. അതുകൊണ്ടാണ് ഗുരു ചോദിക്കുന്നത്, ബന്ധുക്കളില്ല ബലവും ധനവും നിനക്കിൽ, എന്തൊന്നു കൊണ്ടിതു വളർന്നതോ വിചിത്രം, എന്തപുരാന്റെ കണിയൊക്കെ ഇതെന്നറിഞ്ഞാൽ അന്ധത്വമില്ല അതിനൊണി അരുളിയിടു ശംഭോ. ബന്ധുക്കളില്ല ബലവും ധനവും നിനക്കിൽ. എന്നാലോചിച്ച് നോക്കിയാൽ നമ്മളെങ്ങനെയാ വളർന്നത്? ആ 10 മാസക്കാലം ഒരു സുരക്ഷയും ഇല്ലാത്ത ഇടത്തില്, ആ രക്തക്കുളത്തില് നമ്മളെങ്ങനെയാ വളർന്നത്? ബന്ധുക്കളില്ല ബലവും ധനവും നിനക്കിൽ. അല്ലെ, നമ്മുടെ വീട്ടിലുള്ളവരുടെ കയ്യിൽ പണം ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് ഗർഭസ്ഥമായിരുന്ന ശിശുവിന് ഉപകാരപ്പെടില്ല. അവിടെ ബലം ഉണ്ടായിട്ടും കാര്യമില്ല, ധനം ഉണ്ടായിട്ടും കാര്യമില്ല, ബന്ധുക്കൾ ഉണ്ടായിട്ടും കാര്യമില്ല. ഗുരു പറയണ എന്തൊന്നു കൊണ്ട് ഇത് വളർന്നതാകോ വിചിത്രം. പിന്നെ എങ്ങനെയാ അവിടെ നമ്മളിങ്ങനെ ഇത്ര സേഫായിട്ട് ഇത്ര പരിരക്ഷയോട് കൂടിയിട്ട് വളർന്നത്? എൻ തമ്പുരാന്റെ കളി. ഇതൊക്കെ എൻ്റെ തമ്പുരാനായിരിക്കുന്ന ശംഭുവിന്റെ ശിവന്റെ കളിയാണ് എന്നറിയുമ്പോൾ അവിടെയാണ് ഈ ഒരു മഹിമ, ഈശ്വരാതിരേകത്തിന്റെ, ഈശ്വരാനുഗ്രഹത്തിന്റെ, ഗുരുകൃപയുടെയൊക്കെ പ്രാധാന്യം നമ്മൾ അറിയുന്നത്. നമ്മൾ ആരും അങ്ങനെ വെറുതെ വളർന്ന് ഇത്രം വരെ ആരുമല്ല. ഇന്ന് നമ്മൾ പലരെയും നിഷേധിക്കുന്നുണ്ടാവും, ഇന്ന് നമ്മൾ പലരെയും ഉപേക്ഷിക്കുന്നുണ്ടാവും. എനിക്ക് തന്നെ ജീവിക്കാൻ അറിയാട എന്ന് വാദിച്ച് അല്ലെങ്കിൽ വലിയ പൊങ്ങച്ചവും വീരസ്യവും ഒക്കെ നമ്മൾ പറയുന്നുണ്ടാവും. പക്ഷെ എനിക്ക് തന്നെ ജീവിക്കാൻ അറിയാട എന്ന് പറയുന്നത് വരെയുള്ള നമ്മുടെ ജീവിതം എത്രയോ ആളുകൾ ആശ്രയിച്ചിട്ടായിരുന്നു, എത്രയോ പേരുടെ സഹായം കിട്ടിയിട്ടായിരുന്നു നമ്മളൊരു തന്നെ ഒരു കാലിൽ നിൽക്കുന്നത്. അപ്പൊ നമ്മൾ കഴിഞ്ഞതിനെ ഒന്നും മറക്കരുത്, അല്ലെ? നല്ലതല്ല ഒരുവൻ ചെയ്ത നല്ല കാര്യം മറപ്പത്, നല്ലതല്ലാത്തത് ഉടനെ മറന്നിടുന്നത് ഉത്തമം. ഒരു നമ്മളെപ്പോഴും ഓർമ്മിപ്പിക്കുന്നതാണ്, നന്മ മറക്കരുത്, നന്മ മറക്കരുത്. നല്ല കാര്യങ്ങള് മറന്നു കളയരുത്, നല്ല കാര്യങ്ങള് മറച്ചു വെക്കരുത്. നമുക്ക് പലപ്പോഴും നന്മ പറയാൻ മടിയുള്ളവരാണ്. ഒരാളുടെ നന്മ പറയാൻ ഇതൊരു പിശുക്കാണെന്ന് പറയുള്ളൂ, ഭയങ്കര പിശുക്കാണ്. നമ്മള് അളന്നു തൂക്കിയ നന്മ പറയുള്ളൂ. പക്ഷെ ഒരാളുടെ ഗോസിപ്പ് പറയാൻ നമുക്ക് ആയാസം കഴിയും. എത്ര സമയം വേണമെങ്കിലും നമ്മൾ പറയും, മണിക്കൂറുകൾ നമ്മൾ പറയും. ആരെങ്കിലും ഒരാളെ കുറിച്ച് നന്മ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് അതിനെ തിരുത്തിക്കൊണ്ട് അതൊക്കെ ശരിയാ, പക്ഷെ അതിന്റെ കയ്യിലിരിപ്പ് ശരിയല്ല എന്ന് അതിന്റെ തിന്മയിലേക്ക് കൊണ്ടുപോകാനാണ് നമുക്ക് ജാഗ്രത. അവിടെയാണ് ഗുരു പറയുന്നത്, നന്മ മാത്രം ഓർക്കുക. അപ്പൊ നന്മ അല്ലാത്തതോ ഗുരുദേവ എന്ന് ചോദിച്ചപ്പോ പറയാണ്, നല്ലതല്ലാത്തത് ഉടനെ മറന്നിരുന്നത് ഉത്തമം. ഇതിനെ അങ്ങനെ പറയുന്നത് നമ്മുടെ മനസ്സിന് ഭാരമില്ലാതിരിക്കാനാണ്. നമ്മുടെ മനസ്സിന് സമാധാനത്തോടു കൂടി ഇരിക്കണമെങ്കിൽ നമ്മൾ പലതിനെയും കണ്ടില്ല കേട്ടില്ല എന്ന് വിചാരിക്കേണ്ടതുണ്ട്. നമ്മളെല്ലാം എടുത്ത് മനസ്സിലേക്ക് കയറ്റി കഴിഞ്ഞാൽ നമ്മുടെ കാലിങ്ങനെ നടക്കാനായിട്ട് മുന്നോട്ട് വെച്ചാലും നമ്മുടെ മനസ്സ് അതിനൊപ്പം നടക്കില്ല. വലിയൊരു ഭാരം, വലിയൊരു ഇരുട്ട് നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരും. അങ്ങനെ തിന്മയെ മറക്കുകയും നന്മയെ ഓർക്കുകയും ചെയ്യുമ്പോഴോ മനസ്സ് അപ്പൂപ്പന്താണ്ടി പോലെ ലാഘവമുള്ളതായിരിക്കും. പ്രത്യേകിച്ചും പ്രിയപ്പെട്ടവരൊക്കെ എന്തെങ്കിലുമൊക്കെ തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് മറക്കാൻ കഴിഞ്ഞാൽ അതിനെ നമ്മൾ ഓർക്കാതിരിക്കുമ്പോൾ ഒരു സുഖമാണ്. കാരണം അവർ തന്ന നിരവധിയായിരിക്കുന്ന മധുരമുള്ള ഓർമ്മകൾ ഇഷ്ടം പോലെയുണ്ട്. ആ ഓർമ്മകളായിരിക്കട്ടെ നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകുന്നത്. അങ്ങനെ വരുമ്പോൾ ആരോടും ഒരു വഴക്കിടാനോ ആരോടും ഒരുപാട് സമയമൊന്നും പിണങ്ങിയിരിക്കാനൊന്നും തോന്നില്ല, അല്ലെ? കുഞ്ഞു ജീവിതം, കുഞ്ഞിനെ കാണുന്നവരൊക്കെ എത്ര ഈശ്വരാനുഗ്രഹം ഉള്ളത് കൊണ്ടാണ് എത്രയെങ്കിലും സൗഹൃദങ്ങൾ എനിക്ക് ഉണ്ടായത്, എത്രയെങ്കിലും ആളുകളെ എനിക്ക് കാണാനായിട്ട് കഴിയുന്നത്. അതൊക്കെ നമ്മൾ ഗുരുവിന്റെ കൃപയായിട്ട് കണ്ട് ലോകത്തെ കാണുമ്പോൾ ഏതിനോടുമുള്ള ഒരു കൃതജ്ഞത നമുക്കുണ്ടാവും, ഒരു നന്ദി ഉണ്ടാവും. ആ നന്ദി ആയിരിക്കട്ടെ നിങ്ങളുടെ ജീവിതം. ഓരോ ദർശനോത്സവത്തിലും സംഗമിച്ച് വീട്ടിലേക്ക് മടങ്ങി പോകുമ്പോൾ ജീവിതത്തെ ഒരു പുതിയ മുഖത്തോട് കൂടിയിട്ട്, ജീവിതത്തെ പുതിയ ഒരു മനോഭാവത്തോട് കൂടിയിട്ട് നന്ദിയോടെ കാണാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനുഷ്യർ,
നിങ്ങൾ മനുഷ്യത്വമുള്ളവരെ. അത് തന്നെയാണ് അതിൻ്റെ പൂർണ്ണത. ആ കൃതജ്ഞതയിലായിരിക്കട്ടെ നിങ്ങളുടെ ജീവിതം മുന്നോട്ട് പോകേണ്ടത്. ഭാരമില്ലാത്ത ആ ഒരു ജീവിതം, പൂക്കട്ടാഴി പോലെ ലാഘവമുള്ള ആ ഒരു ജീവിതം, ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും അങ്ങനെയുള്ള ഒരു ജീവിതം പ്രാപ്യമാകട്ടെ എന്ന് മാത്രമാണ് ഈ തരുണത്തിൽ നിങ്ങളോട് പറയാനുള്ളത്. കുറേ സമയം ആയി എങ്കിലും നിങ്ങളിങ്ങനെ അക്ഷമരായിട്ട് കേട്ടിരുന്നതിൽ സന്തോഷമുണ്ട്. ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത്. വടക്കംപറമ്പൂര് ഈ ഒരു ദർശനോത്സവ വേദിയിൽ വന്ന് നിങ്ങളോട് സംസാരിക്കാൻ കഴിഞ്ഞത്, പറഞ്ഞ പോലെ നിങ്ങളെയൊക്കെ കാട്ടിത്തരുന്നത് ഗുരുവിൻ്റെ അനുഗ്രഹമാണ്. നിങ്ങളെയൊക്കെ കാണാനുള്ള അവസരം കിട്ടിയത് ഗുരുവിൻ്റെ കൃപയാണ്. ആ കൃപയ്ക്ക് മുന്നിലാണ് എല്ലാ നമസ്കാരങ്ങളും. നിങ്ങൾ ഇനിയും ഇവിടെയുള്ള നല്ലൊരു മനോഹരമായിരിക്കുന്ന വിദ്യാലയത്തിൻ്റെ, കേരളത്തിൽ ഇങ്ങനെ ഒരു സംസ്കൃത സ്കൂളുണ്ടോ എന്ന് ചോദിച്ചാൽ അറിയില്ല. ഞാനും ഒരു സംസ്കൃതം ടീച്ചറാണ്. അപ്പോൾ ഈ സ്കൂളിനെ കുറിച്ച് കേൾക്കുമ്പോൾ വലിയ അഭിമാനമാണ്. ഇവിടെ പഠിച്ച കുട്ടികളൊക്കെ അങ്ങനെയൊക്കെ വരാറ്, പഠിക്കാനൊക്കെ ഇടയ്ക്കൊക്കെ ആരെങ്കിലൊക്കെ വരാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്കൂളിൽ ഇരുന്നുകൊണ്ട് ഇതൊക്കെ പഠിക്കാനായിട്ട് ഗുരു തന്നെ സ്ഥാപിച്ച സംസ്കൃത പാഠശാലയാണ് അദ്വൈതാശ്രമം എന്നൊക്കെ പറയുന്നത്. സംസ്കൃതം പഠിപ്പിക്കാൻ വേണ്ടി അങ്ങനെ വളരെ ചിരന്തരമായിരിക്കുന്ന മൂല്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഈ ഒരു അങ്കണത്തിലിരുന്ന്, ഈ ഒരു വിദ്യാലയത്തിലിരുന്ന്, അല്ലെ, തുകമാവാനും ചോട്ടിലാണ് എൻ്റെ വിദ്യാലയം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു വിദ്യാലയത്തിൻ്റെ അങ്കണത്തിൽ ഇരുന്നു കൊണ്ട് ഏതൊന്ന് കേട്ടാലാണോ നമ്മൾ കൃതാർത്ഥരായി തീർന്നത്, ആ ഒരു ഗുരുവാണികളെ കേൾക്കാൻ അവസരമുണ്ടായത്. അത് വലിയൊരു ഗുരുവിൻ്റെ അനുഗ്രഹമായി നിങ്ങൾ കാണുക. ജീവിതത്തിൽ ഇനിയും ഇത്തരത്തിലുള്ള പഠനങ്ങൾ, അന്വേഷണങ്ങൾ, ഞാൻ പറഞ്ഞത് തന്നെ വീണ്ടും പറയുന്നു. ഗുരു എന്ന് പറയുന്നത് ഒരു 6 മാസത്തെയോ 1 വർഷത്തെയോ പാഠ്യപദ്ധതിയല്ല. ഗുരുവിനെ പഠിക്കുക, ഗുരുവിനെ വായിക്കുക, ഗുരുവിനെ ഉൾക്കൊള്ളുക എന്ന് പറയുന്നത് നമ്മളുടെ ദൈനംദിന ജീവിതത്തിൻ്റെ ഒരു വ്യാപാരമാണ്. അതൊരിക്കലും നിർത്തരുത്. അത് നിർത്തുന്നിടത്ത് ജീവിതം ദുസ്സഹമാകും. അപ്പോൾ അത്രയും ശക്തിയുണ്ട് ആത്മജ്ഞാനിയായിരിക്കുന്ന ഋഷീശ്വരന്മാരുടെ വാക്കുകൾക്ക്. അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഏത് പ്രതിസന്ധി ഘട്ടങ്ങളെയും തരണം ചെയ്യിക്കുന്ന ഗുരുവിനെ പോലെ ഒരു കൈവർത്തകൻ, അല്ലെ, മഹാഭാരതത്തിൽ ആരാണ് മഹാഭാരതമാകുന്ന രണനദിയെ അക്കരയ്ക്ക് എത്തിച്ചത്? കൈവർത്തകനായ കേശവനുള്ളത് കണ്ടാണ്. വലിയ സൈന്യബലമൊന്നും ഉണ്ടായിരുന്നില്ല പാണ്ഡവന്മാർ. ഗൗരവരുമായി തട്ടിച്ചു നിൽക്കുമ്പോൾ വളരെ കുറച്ച് പട്ടാളങ്ങൾ സൈന്യമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ പാണ്ഡവന്മാരെ നിഷ്പ്രയാസം ജയിച്ചത് അവരുടെ കൂടെ കൈവർത്തകനായ തോണിക്കാരനായ കേശവൻ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പൊ നമ്മുടെ ജീവിതത്തിലും വലിയ പദവിയും പത്രാസൊന്നും നമുക്കില്ലെങ്കിലും ഈ കൈവർത്തകനായ ഗുരു നമ്മുടെ കൂടെ ഉള്ളിടത്തോളം അത് ജീവിതത്തിന്റെ സമസ്തമായിരിക്കുന്ന പ്രതിസന്ധികളെയും തരണം ചെയ്ത് അപ്പുറത്തേക്ക് ജീവിതത്തിന്റെ മറുകര എത്തിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അങ്ങനെയുള്ള ഒരവസ്ഥ ഈ ദർശനോത്സവത്തിലൂടെ നിങ്ങൾക്ക് സമാഗമമാകട്ടെ എന്ന് ആശംസിക്കുന്നു. എന്നെ ഇങ്ങോട്ടേക്ക് ക്ഷണിച്ചത് പ്രിയപ്പെട്ട ഷൈജു ആണ്. കഴിഞ്ഞ വർഷം വിളിച്ചതാണ്, വരാൻ കഴിഞ്ഞില്ല. എങ്കിലും ഈ വർഷമെങ്കിലും ഇവിടെ വന്ന് നിങ്ങളെ കാണാൻ കഴിഞ്ഞത് ധന്യമായ ഒരു കാര്യമാണ്. ഇതിൻ്റെ സംഘാടകരോടും നിങ്ങളോട് ഓരോരുത്തരോടുമുള്ള നന്ദിയും ഈശ്വരാധീനവും ഗുരുദേവ അനുഗ്രഹവും നിങ്ങളുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ പ്രകാശിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.